ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നാലയത്തിൽ ഈ ബലിപീഠത്തിൽ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ച് കൊടുക്കാനുള്ള ഒരവസരം കിട്ടിയതിന് സന്തോഷത്തോടുകൂടി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. 9 വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലയത്തിൽ ഇവിടെ നിന്ന് ശുശ്രൂഷ ചെയ്ത പല കാര്യങ്ങളും ഇപ്പോൾ ബലിയർപ്പിച്ചപ്പോഴും ഈ ആലയത്തിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. ഈ ആലയം നിറച്ചും ആളുകൾ, ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിറച്ച ആളുകൾ, ഇതിൻ്റെ മുൻവശത്ത് നിറച്ച ആളുകൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ച് കൊടുക്കുകയും ഇതുപോലെ ഇവിടെ നിന്ന് പരിശുദ്ധ ബലിയർപ്പിക്കുകയും ദീപികാരുണ്യ പ്രദർശന സമയത്ത് ദൈവമക്കളും നമ്മളെല്ലാം ഒന്നു ചേർന്ന് ദൈവത്തെ വിളിച്ചപ്പോൾ ഒരു ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ ദൈവമക്കൾ കര നീട്ടിയപ്പോൾ ദൈവത്തെ തൊടാൻ പറ്റുന്ന ദൈവമക്കളുടെ ഏറ്റവും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അധരം നീട്ടി ദീപികാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ഈശോയെ വിളിച്ചപ്പോൾ ഈശോ രോഗികളെ സുഖപ്പെടുത്തിയ കാര്യങ്ങൾ, ഇതെല്ലാം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവ സാന്നിധ്യം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരാലയത്തിൽ നമ്മളെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്ര പേര് വന്നു എന്നതിലല്ല എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇത്രയും പേര് പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, ഞായറാഴ്ച ദിവസം പരിശുദ്ധ കുർബാന പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആലയം വന്നുപോയി. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ ചിന്തിച്ച ഒരവസ്ഥ 50 പേര്, 60 പേര്, മാക്സിമം 100 പേര് ഇതായിരിക്കുമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ച്. ഓരോ ദിവസവും ആളുകൾ കൂടി വരാനാണ് സാധ്യത എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇത്രമാത്രം ദൈവമക്കളെ ഈ ദേശത്തു നിന്നും ദൈവം ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് ഞാൻ ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയുക. ഒരുമിച്ച് ഒന്നും കൂടി പറയാമോ? ഹല്ലേലൂയ. ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് പങ്കുവെച്ച് തരാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എവിടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുന്നോ, ഇല്ലെങ്കിൽ എവിടെ ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുന്നോ, ആ കാണുന്ന സ്ഥലം ആദ്യം വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. വിതക്കാരൻ്റെ ഉപമയില് ഇതാ വിതക്കാരൻ വിത്ത് വിതയ്ക്കുക. കുറെ വിത്ത് പോയിട്ട് വീഴുന്നത് വഴിയരികില, കുറെ വിത്ത് പോയിട്ട് വീഴുന്നത് മുൾപ്പടപ്പില, കുറെ വിത്ത് പോയിട്ട് വീഴുന്നത് മണ്ണധികമില്ലാത്ത പാറയുള്ള സ്ഥലത്ത്. അവിടെ ഒന്നും ഫലമുണ്ടാകുന്നില്ല. വിത്തില് ഫലമുണ്ടായത് എവിടെയാണോ നന്നായിട്ട് ഫലമുള്ള രീതിയിൽ കൃഷിസ്ഥലം ഒരുക്കിയിട്ടത്, അവിടെ മാത്രമേ ഫലമുണ്ടാകുന്നുള്ളൂ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ദേശത്ത് ചെന്നിട്ട് ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ ആദ്യം അവിടെ ചെയ്യേണ്ട കാര്യം, ആ കാണുന്ന വചനം ഫലം തരാൻ പറ്റാത്ത രീതിയിൽ ആ സ്ഥലം ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ ചില അശുദ്ധാത്മാക്കളാകാം, പൈശാചിക ശക്തികളാകാം, ചില ദുഷ്ടാരൂപികളാകാം, ചില തിന്മയുടെ സ്വാധീനങ്ങളാകാം. ഇപ്രകാരമുള്ള കാര്യങ്ങൾ ആ സ്ഥലത്തോ ആ ദേശത്തോ വന്നിരിക്കുന്ന മക്കളിലോ ഉണ്ടെങ്കിൽ ആദ്യം ആ അരൂപിയെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കളഞ്ഞാൽ മാത്രമേ ആ മക്കളുടെ ഹൃദയത്തില് വചനം നിറയപ്പെടുകയുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് വചനം ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അവിടെ 100 മേനി ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധ്യമാകൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു 3 വർഷം മുമ്പാന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഡൊമിനിക്കച്ചന്റെ കൺവെൻഷൻ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള എല്ലാവരും ആദ്യം ചെയ്യുന്ന കാര്യം എന്നറിയാമോ? ഒരു ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വചനം ഫലം തരാൻ പറ്റാത്ത രീതിയിൽ സാത്താൻ വെച്ചിരിക്കുന്ന മുഴുവൻ ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കളഞ്ഞാൽ മാത്രമാണ് അവിടെ ഫലമുണ്ടാകുന്ന ശുശ്രൂഷകൾ രൂപപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയണോ പ്രിയപ്പെട്ടവരെ? ഏതൊരു ദേശത്തും ശ്രദ്ധിക്കണം, ഏതൊരു ദേശത്തും ദൈവാനുഗ്രഹം വരാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന അരൂപികളുണ്ട്. ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളില് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന ചില അരൂപികളുണ്ട്.
ഒത്തിരിയേറെ വ്യക്തി ജീവിതങ്ങളില് ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വരാനായിട്ട് തടസ്സമുണ്ടാക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്. ഇത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളെ, ഇപ്രകാരം ചില അരൂപിയുണ്ട്. ഇത് വിശ്വസിക്കണം. പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എപ്രകാരമാണ് സൃഷ്ടിച്ചേക്കണേ? പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായ, വീണ്ടും സാദൃശ്യം. അപ്പൊ നമ്മുടെ അപ്പൻ എങ്ങനെ ഇരിക്കണേ? നമ്മുടെ അപ്പൻ പിതാവായ ദൈവം എങ്ങനെ ഇരിക്കണേ? പറ. നമ്മളെ പോലെ, എന്നെ പോലെയും നിങ്ങളെ പോലെയും. നമ്മൾ ആരെ പോലെ ഇരിക്കണേ? ഇത് മിണ്ടുന്നില്ല. പറ. നമ്മൾ ആരെ പോലെ ഇരിക്കണേ? നമ്മുടെ അപ്പനെ പോലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പിതാവിന്റെ ഛായയാണ്, പിതാവിന്റെ സാദൃശ്യമാണ്. ചിലവർ ചിന്തിക്കുന്നില്ല, ഞാൻ കറുത്തതാ, എൻ്റെ പല്ല് പൊങ്ങിപ്പോയി, എനിക്ക് അതില്ല ഇതില്ല. മക്കളെ, നിന്റെ അപ്പൻ എങ്ങനെ ഇരിക്കണേ അതുപോലെയാ നീ ഇരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായ, തൻ്റെ സാദൃശ്യം. രണ്ടാമതായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? സകല അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പറുദീസ ദൈവം മനുഷ്യന് വസിക്കാനായിട്ട് കൊടുത്തു. മനസ്സിലാക്കണം, അവിടെ പ്രശ്നങ്ങളില്ല, പാപമില്ല, കടബാധ്യതയില്ല, ജോലിയില്ലാത്ത അവസ്ഥ, എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പറുദീസ ദൈവം മനുഷ്യന് കൊടുത്തു. മൂന്നാമതായിട്ട് ദൈവിക ജീവനിൽ മനുഷ്യനെ പങ്കുകാരാക്കി. 3 കാര്യം. 1, അപ്പന്റെ ഛായയിലും അപ്പന്റെ സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. 2, എവിടെയാ നമ്മൾ വസിപ്പിച്ചേ? പറുദീസ. 3, എവിടെയാണ്, എന്തിനാ നമ്മളെ പങ്കുകാരാക്കിയേ? ദൈവിക ജീവനിൽ. മക്കളെ, ഈ 3 കാര്യമാണ് ആദ്യ മാതാപിതാക്കൾക്ക് കിട്ടിയത്. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അസൂയാവാലുവായ, ഏറ്റവും വലിയ പ്രലോഭകനായ, ഏറ്റവും വലിയ വഞ്ചകനായ സാത്താൻ ചെയ്ത കാര്യം എന്താ? അവൻ ഏറ്റവും വലിയ പ്രലോഭനം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കാൻ പ്രേരണ കൊടുത്തു. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? ആ സാത്താൻ കൊടുത്ത പ്രലോഭനത്തിൽ ഇത് ആദ്യ മാതാപിതാക്കൾ വീണപ്പോൾ എന്താ നഷ്ടമായേ? ആദ്യം ദൈവിക ജീവൻ നഷ്ടമായി. 2, പറുദീസ നഷ്ടമായി. 3, അത്രയും നാളും ഉണ്ടായിരുന്ന അരൂപി മാറിയിട്ട് അവരെ നയിക്കാൻ പാപത്തിൻ്റെ അരൂപി, തിന്മയുടെ അരൂപി, തിന്മയുടെ ശക്തി അവരെ നയിക്കാൻ തുടങ്ങി. അതിന് അടിമയായി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓരോ മക്കളിലും ഒരു അരൂപി വരുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെടരുത്, നമ്മളിലേക്ക് ദൈവാനുഗ്രഹം വരരുത്, നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കരുത്, നമ്മൾ ദൈവത്തിന്റെ കൽപ്പന പാലിക്കരുത്. ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാതിരിക്കാനായിട്ട് ഇതാ സാത്താൻ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പിശാചിന്റെ അടിമയായി പോയി. ഈ അടിമത്തത്തിൽ കടക്കുന്ന ഈ ദൈവമക്കളെ രക്ഷിക്കാൻ പിതാവായ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അതുകൊണ്ട് വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 3:8 പഠിപ്പിക്കുകയാണ്, പിശാചിന്റെ പ്രവർത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നേ. എന്തിനാ? പിശാചിന്റെ പ്രവർത്തികളെ ഇല്ലാതാക്കാൻ. അതുകൊണ്ടാണ് വീണ്ടും വചനം പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 10:10 പഠിപ്പിക്കുന്നു, എന്തെന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനാ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇത്രയും മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. എന്തിന്റെ മേൽ? പിശാചിന്റെ മേൽ, ദുഷ്ടാരൂപികളുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേൽ. ആർക്ക് അധികാരമുണ്ട്? പറ, ആർക്ക് അധികാരമുണ്ട്? ഈശോയ്ക്ക് അധികാരമുണ്ട്. അതുകൊണ്ടല്ലേ ഈശോ എന്ത് ചെയ്യുന്നു? പിശാച് ബാധനിൽ നിന്നും പിശാചിനെ ഒഴിപ്പിക്കുന്നേ.
പൈശാചിക ബന്ധം അല്ലെങ്കിൽ ബന്ധനത്തിൽ കഴിയുന്ന മക്കളെ അതിൽ നിന്നും വിടുവിക്കുന്നത്. കാരണം ഈശോയ്ക്ക് അധികാരമുണ്ട്. ഈ അധികാരം ഈശോ ആർക്ക് പകർന്നു കൊടുത്തു? ഉറക്കെ പറഞ്ഞ് ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ടും വചനം പഠിപ്പിക്കുന്നു. 3-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പഠിപ്പിക്കാണ്. ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു തന്നോടുകൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായിട്ട് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. എന്ന് വെച്ചാൽ ഈശോ അധികാരം കൊടുത്തു. ആർക്ക്? പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം അപ്പസ്തോലന്മാർക്ക്. ഈ അപ്പസ്തോലന്മാര് ആർക്ക് ഈ അധികാരം പകർന്നു കൊടുത്തു? മാർപ്പാപ്പ, മെത്രാന്മാർ, പുരോഹിതർ. അപ്പോൾ ഓരോ പുരോഹിതർക്കും എന്തധികാരമുണ്ട്? പറ, എന്തധികാരമുണ്ട്? പിശാചുക്കളെ ബന്ധിക്കാൻ, ബഹിഷ്കരിക്കാൻ ആർക്കധികാരമുണ്ട്? ഓരോ പുരോഹിതർക്കും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഒത്തിരി വേദനയോടെ, ഞാൻ ഷെക്കേന ചാനലിലൊക്കെ പ്രസംഗിക്കുമ്പോൾ വേദനയോടെ പ്രസംഗിക്കുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം പിശാചുക്കൾ ശക്തി പ്രാപിച്ചു? എന്തുകൊണ്ട് ദുഷ്ടാരൂപികൾ ഇത്രമാത്രം ശക്തി പ്രാപിക്കണം? അതിൻ്റെ ഏറ്റവും വലിയ വേദന ഞാൻ എൻ്റെ വിട പറഞ്ഞുകൊണ്ട് പറയുക, മക്കളെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം ഞങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാഞ്ഞിട്ട. 1970 വരെ ലയോ 13-ാം മാർപ്പാപ്പ ഒരു ഡെലിവറൻസ് പ്രയർ എഴുതി. അതിനെക്കുറിച്ച് ഞാൻ നാളെ വെളിപ്പെടുത്തി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന 33 കുരിശ് വരച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ബന്ധന ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. 1970 എന്ന് വെച്ചാൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്നതിനും തൊട്ടു മുമ്പ് വരെ ഓരോ പുരോഹിതരും തങ്ങളുടെ പരിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞ് 3 കാര്യം ചെയ്യണമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ചെയ്യേണ്ട കാര്യം മിഖായേൽ മാലാഖയുടെ ജപം ചെല്ലണം. പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ മിഖായേൽ മാലാഖയുടെ ജപം ചെല്ലണം. 2, പരിശുദ്ധരാജ്ഞി എന്നുള്ള പ്രാർത്ഥന ചെല്ലണം. 3, സാധിക്കുന്ന വൈദികർ മുഴുവനും 33 കുരിശ് വരച്ചുള്ള ഡെലിവറൻസ് പ്രയർ, ബന്ധന ബഹിഷ്കരണ പ്രാർത്ഥന നടത്തണം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തില് ഇതുപോലെ പൈശാചിക ശക്തികൾ ശക്തി പ്രാപിച്ചില്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലയോ 13-ാം മാർപ്പാപ്പ ഈ കാണുന്ന പ്രാർത്ഥന എഴുതിയതിനു ശേഷം ഇപ്രകാരമാണ് പറയുന്നത്. അതായത് കീഴടക്കാൻ, കേട്ടെ, പൈശാചിക പ്രവർത്തനം സംശയത്തക്ക സാഹചര്യങ്ങളിൽ, അതായത് കീഴടക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന പ്രലോഭനങ്ങള്. 2, വിട്ടുമാറാത്ത ദുശീലങ്ങൾ. 3, നിയന്ത്രണാതീതമായി അനുഭവപ്പെടുന്ന വൈകാരിക ശോഭങ്ങള്. 4, മാറാത്ത കലഹങ്ങള്. 5, മരുന്നുകൾ ഒന്നും ഫലിക്കാതെ വരുന്ന ചില രോഗങ്ങള്. 6, ശുദ്രപ്രയോഗങ്ങള്. 7, അമിതമായിട്ടുള്ള പീഡകള്. ഇപ്രകാരമുള്ള കാര്യം വരുമ്പോൾ അതിനെ ബഹിഷ്കരിക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ഈ കാണുന്ന ബഹിഷ്കരണ പ്രാർത്ഥന എന്ന ലയോ 13-ാം മാർപ്പാപ്പ എഴുതി വെച്ചേക്കണേ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രാർത്ഥന വിശുദ്ധിയോടും അഭിഷേകത്തോടും യോഗ്യതയോടും കൂടി മാത്രമേ ഉപയോഗിക്കാവൂ. എൻ്റെ പൊന്നു മക്കളെ, ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, 33 കുരിശ് വരച്ചുള്ള ബന്ധന ബഹിഷ്കരണ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാ പുരോഹിതരും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടോ ഈ പ്രാർത്ഥന ഓരോ ഇടവക പള്ളിയിൽ, ഓരോ ആശ്രമങ്ങളിൽ ചൊല്ലാൻ തുടങ്ങിയാൽ മക്കളെ, ദേശത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ, കുടുംബത്തിലെ പൈശാചിക കെട്ടുകൾ അഴിയാൻ തുടങ്ങും. വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, ഈ ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു പോയതാ. ഇനി നമ്മുടെ ചുറ്റുപാട് നോക്കുക, ഇത്രമാത്രം പൈശാചിക ബന്ധനങ്ങള്, പിശാചിൻ്റെതായ ഉപദ്രവങ്ങള്, അവൻ്റെതായ പ്രവർത്തനങ്ങള്, അതിൻ്റെതായ പീഡകള് ഈ ലോകത്ത് ശക്തി പ്രാപിക്കുമ്പോൾ പലരും ഇത് ചെയ്യാൻ മടി കാണിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം മക്കൾ, ഇത് ഞങ്ങൾക്ക് കിട്ടിയ അധികാരം. ഈ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, 6 ലക്ഷം വൈദികരുണ്ട്.
ഈ 6 ലക്ഷം വൈദികരും ഈ പ്രാർത്ഥന വിശുദ്ധിയോടെ, യോഗ്യതയോടെ, അഭിഷേകത്തോടെ ചെയ്യാൻ തുടങ്ങിയാൽ സാത്താന് ദേശത്ത് ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ മക്കളെ, ഈ കാണുന്ന കാര്യം ഞങ്ങൾക്ക് മാത്രമുള്ള അധികാരം? പിശാചിനെ ബന്ധിക്കാൻ പുരോഹിതർക്ക് മാത്രമുള്ള അധികാരം അല്ല. മാമോദീസ സ്വീകരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും എന്തധികാരമുണ്ട്? പിശാചിനെ ബന്ധിക്കാൻ അധികാരമുണ്ട്. എന്തു വേണമെന്നറിയാമോ? ഒറ്റ കാര്യം മതി: യോഗ്യത, വിശുദ്ധി, അഭിഷേകം. മക്കൾ, ഇതുണ്ടെങ്കിൽ നിനക്കും നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ മക്കളിലുള്ള, നിന്റെ ജീവിത പങ്കാളിയിലുള്ള, നിന്റെ ബിസിനസ് മേഖലയിലുള്ള, നിന്റെ ജോലി മേഖലയിലുള്ള, നിന്റെ IT മേഖലയിലുള്ള, നിന്റെ ദേശത്തുള്ള അരൂപികളെ ബന്ധിക്കാൻ പറ്റുന്നേ. പണ്ടൊക്കെ നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞിനൊരു രാത്രിയിൽ ഒരു കരച്ചിൽ വന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ മാതാപിതാക്കൾ ഇച്ചിരി ഹാനാവെള്ളം എടുത്തിട്ട് നെറ്റിയത്ത് ഗുരുസു പറിച്ചിട്ട് അവരിരുന്നൊരു പ്രാർത്ഥനയാ. ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങോട്ട് മാറും. ഇന്നോ കൊച്ചു കരയാൻ തുടങ്ങി, കരച്ചിൽ നിർത്തുന്നു, ചാടി വണ്ടി എടുക്കുന്നു, പോകുന്നു. പണ്ട് നമ്മുടെ കാർന്നവന്മാർ ചെയ്യുന്ന അവരുപയോഗിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല. മക്കളെ, നമ്മൾ ഇന്ന് ആരെ പേടിച്ചിരിക്കുക? ഇന്ന് അവനെയാ പേടിച്ചേക്കണം. നമുക്കുള്ള അധികാരം ഉപയോഗിച്ച്, നമുക്കുള്ള അഭിഷേകം എടുത്ത് നമ്മളിത് ഉപയോഗിക്കാനായിട്ട് തയ്യാറാക്കുന്നത്, നമ്മൾ അവനെ പേടിച്ച് നിൽക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ വീണ്ടും പറയോട്ടോ മക്കളെ, ഇത് യോഗ്യതയില്ലാതെ ഈ കാര്യം തൊടാനും പാടില്ല. തൊട്ടാൽ അപകട. അതിന് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് അഭിഷേകം വേണം. നമുക്ക് എങ്ങനെ അഭിഷേകം കിട്ടുന്നത്? അഭിഷേകം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ക്രിസ്ത്യാനി, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, വേർതിരിക്കപ്പെട്ടവനാണ്, മാറ്റിവെക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നിനക്ക് പിശാചിനെ ബന്ധിക്കാൻ ശക്തി കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, വേർതിരിക്കപ്പെട്ടവനാ, മാറ്റിവെക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യത്തിൽ ഓരോ നിമിഷവും ജീവിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ ക്രിസ്ത്യാനി നിനക്ക് പറ്റില്ല. എല്ലാവരും സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ മക്കളെ നിനക്ക് പറ്റില്ല. എല്ലാവരും ഡ്രസ് ഇടുന്ന പോലെ ഇടാൻ കുഞ്ഞെ നിനക്ക് പറ്റില്ല. എല്ലാവരും തെറി പറയുന്ന പോലെ തെറി പറയാൻ നിനക്ക് പറ്റില്ല. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നോക്കാൻ നിനക്ക് പറ്റില്ല. കാരണം നീ വേർതിരിക്കപ്പെട്ടവനാ, നീ മാറ്റിവെക്കപ്പെട്ടവനാ, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. പറഞ്ഞേ ഹല്ലേലൂയാ. കുഞ്ഞെ, നിന്നെ ഒരാൾ തെറി വിളിക്കുമ്പോൾ നീ ക്രിസ്ത്യാനിയാണെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ നിനക്ക് തിരിച്ചു പറയാൻ പറ്റില്ലെന്നേ. നിന്റെ ഒരു കർണത്തടിക്കുമ്പോൾ ക്രിസ്ത്യാനി, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് നിനക്ക് തിരിച്ചടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നീ ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ നിനക്ക് ആരെ ബന്ധിക്കാനുള്ള അഭിഷേകം കിട്ടും? പറഞ്ഞ ആരെ ബന്ധിക്കാനുള്ള അഭിഷേകം കിട്ടും? പിശാചിനെ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ഇത് നമ്മളെ എടുത്തിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മക്കളെ, നമ്മൾ എന്നും ഇങ്ങനെ ഇരിക്കും. എത്ര നാളായി ഇരിപ്പ് തുടങ്ങിയിട്ട്? ഞാൻ 2013 പോയപ്പോഴും ദേ അമ്മച്ചി അങ്ങനെ ഇരിക്കണയാ. ഇന്നും അമ്മച്ചി ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പോട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഉപയോഗിക്കണം മക്കളെ, നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഇങ്ങനെ തളർന്നിരിക്കുന്ന നമ്മുടെ പ്രശ്നം. നിങ്ങൾ 2010 ബാംഗ്ലൂരാണോ ഇന്നത്തെ ബാംഗ്ലൂർ? എന്തിയെ മാറിപ്പോയേ? എന്തിയെ ഇത്രയും ക്രിസ്ത്യാനി ഉണ്ടായിട്ട് മാറിപ്പോയേ? എന്തിയെ ഇതുപോലത്തെ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിട്ട് മാറിപ്പോയേ? നമ്മളിങ്ങനെ കേൾക്കുന്ന മക്കളായി മാറി. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നമ്മൾ വേർതിരിക്കപ്പെട്ടവനാണ്, നമ്മൾ മാറ്റിവെക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യം ഉള്ളിലില്ല, ജീവിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ. നിങ്ങൾ ഇന്ന് നോക്ക്
നമുക്ക് ഇന്ന് സാത്താൻ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നാളെ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തി തരാം. ഏറ്റവും കൂടുതൽ അവൻ ഏറ്റവും കൂടുതൽ പ്രലോഭനം തരുന്നു, ഏറ്റവും കൂടുതൽ പീഡകൾ തരുന്നു, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു, ഏറ്റവും കൂടുതൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന സമയമാണ്. അതിൻ്റെ ഫലമായിട്ട് അനേകം മക്കൾ അതിൽ വീണു പോകുക. ഈ വീണുപോയ മക്കൾക്ക് പ്രശ്നം എന്നാണെന്നറിയാമോ? പിന്നെ അവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പിന്നെ കൽപ്പന പാലിക്കാൻ പറ്റുന്നില്ല, പ്രമാണങ്ങൾ അനുസരിക്കാൻ പറ്റുന്നില്ല, കൃപയിലേക്ക് വരാൻ പറ്റുന്നില്ല ഈ പാവങ്ങൾക്ക്. അതിനെന്ത് ചെയ്യണം? ആ വ്യക്തി പ്രാർത്ഥിക്കണമെങ്കിൽ, കൽപ്പന പാലിക്കണമെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ, കൃപയിലേക്ക് വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വ്യക്തിയിൽ, കുടുംബത്തിൽ, ദേശത്തിലുള്ള പൈശാചിക ശക്തികളെ ബന്ധിക്കണം, ബഹിഷ്കരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സാത്താൻ മൂന്ന് രീതിയിലാണ് മനുഷ്യ ജീവിതത്തിലേക്ക് വരുന്നത്. ഒന്ന് ശരീരത്തിൽ, രണ്ട് ആത്മാവിൽ, മൂന്ന് മനസ്സിൽ. ആത്മാവിൽ സാത്താൻ കൊണ്ടുവരുന്നത് ദുരാഗ്രഹം വഴി, മനസ്സിൽ സാത്താൻ കൊണ്ടുവരുന്നത് ദുശ്ചിന്ത, ദുഷ്വികാരം, ശരീരത്തിൽ സാത്താൻ വരുന്നത് രോഗപീഠയും ആസക്തിയും. ഇതാണ് അവൻ്റെ കെണി. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ പാപത്തിലൂടെ, നമ്മൾ വളർന്ന സാഹചര്യത്തിലൂടെ, പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്ത ചില തെറ്റുകളിലൂടെ നമ്മളിലേക്ക് വന്ന ചില സ്പിരിറ്റ് കിടപ്പുണ്ടെങ്കിൽ അതിനെ മാറ്റിയാലേ വചനം ഉള്ളിക്കേറൂ, വചനം ജീവിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മക്കളെ, ഓരോ ദേശത്തും പൈശാചിക സ്പിരിറ്റ് ഉണ്ട്. നിങ്ങൾ രക്ഷപ്പെടരുത്. എങ്ങനെ ഈ സ്പിരിറ്റ് ഒരു ദേശത്ത് ശക്തി പ്രാപിക്കുന്നത്? ദൈവാരാധന കുറയുമ്പോൾ അവൻ ശക്തി പ്രാപിക്കും. രണ്ട്, അന്യദൈവ ആരാധന ശക്തി പ്രാപിക്കുമ്പോൾ ഇത് ശക്തി പ്രാപിക്കും. മൂന്ന്, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാകുമ്പോൾ ഇത് ശക്തി പ്രാപിക്കും. നാല്, കൊലപാതകങ്ങൾ ആ സ്ഥലത്ത് വർദ്ധിക്കുമ്പോൾ ഇത് ശക്തി പ്രാപിക്കും. അഞ്ച്, അശുദ്ധിയുടെ ജഡത്തിന്റെ കാര്യങ്ങൾ ഒരു ദേശത്ത് പെരുകുമ്പോൾ അവിടെ ഇത് ശക്തി പ്രാപിക്കും. ഈ സാത്താന്റെ കെട്ടുണ്ടാവോടെ. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഒരു അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കിക്കോ, ചിലവർ ചില സ്ഥലത്ത് ചെന്നാൽ പിന്നെ അവർക്ക് എന്നും പ്രശ്നമാണ്. ചിലവർ ചില വീട്ടിൽ കയറി കിടന്നാൽ സ്ഥിരം രോഗം, അവിടെ പട്ടിണി, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, കടബാധ്യത. ചില സ്ഥലത്തുണ്ട് മക്കളെ ഈ സാധനം. ഇതിനെ കളയാതെ നമ്മൾ അവിടെ ഇവിടെ ഓടിപ്പോയിട്ട് കയറി കിടക്കാൻ പാടില്ല. എല്ലാ ദേശത്തും ക്രിസ്ത്യാനി പോയി കിടന്ന് നീ പോകാം. പോയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ആ വീട്ടിലുള്ള, ആ ദേശത്തുള്ള, ആ സ്ഥലത്തുള്ള പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തില്, മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തില്, മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 10 മുതലുള്ള വചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ഈശോ സാത്താനെ ബന്ധിക്കുമ്പോൾ സാത്താൻ പറയുന്നുണ്ട്, ഞങ്ങളെ ഈ ദേശത്ത് നിന്ന് പുറത്താക്കല്ലേ. കാരണം എന്താ? അവൻ ആ ദേശത്തിൻ്റെ മേലൊരു അധികാരം കിടപ്പുണ്ട്. അവിടെ നിന്നും അവനെ പുറത്താക്കിയാൽ അവൻ്റെ അധികാരം പോയി. അതുകൊണ്ടാണല്ലേ പ്രിയപ്പെട്ടവരെ, വചനം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, തോബിത്തിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, അവിടെ റാഫേൽ മാലാഹ കുടുംബത്തെ കലഹത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അരൂപിയെ ബന്ധിച്ചിട്ട് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് ബഹിഷ്കരിക്കുക. ഒരു പിശാചിന് ഒരു ദേശത്തിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ അവനെ അവിടെ വെച്ച് ബന്ധിച്ച് കളഞ്ഞാൽ പിന്നെ ആ ദേശത്തിന്റെ മേൽ അവൻ അധികാരമില്ല. അവന് മറ്റൊരു ദേശത്തിന്റെ അടുത്ത് പോയിട്ട് അധികാരം എടുക്കാനും പറ്റില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പരിശോധിച്ച്, ദാനിയേൽ പ്രവാചകൻ ഉപവസിക്കുക, 21 ദിവസത്തെ ഉപവാസം, 21 ദിവസത്തിന്റെ ഉപവാസം പ്രഖ്യാപിച്ചു. എന്തിനാ? 40 വർഷമായിട്ട് ബാബിലോണിന്റെ അടിമത്തത്തിൽ കടന്നിട്ട് 40-ാമത്തെ വർഷം രക്ഷ പ്രാപിക്കും, ദൈവദൂതൻ വരുമെന്ന് ഉറപ്പ് നൽകിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ദൈവത്തിന്റെ ദൂതം വന്നില്ല എന്നുള്ള ആഗ്രഹം വരാനായിട്ട് 21 ദിവസത്തെ ഉപവാസം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 21 ദിവസം ഉപവാസം തുടങ്ങി. ആദ്യത്തെ ദിവസം ഉപവാസം തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വന്നു. പക്ഷേ വരുന്ന വഴിക്ക് പേർഷ്യ വംശത്തിന്റെ പൈശാചിക ശക്തി ഈ ദൂതനെ തടഞ്ഞു. ദൂതന് പിന്നെ ദാനിയേലിന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല.
പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ ദാനിയേൽ ഇപ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കാണുന്ന ദൂതനെ സഹായിക്കാനായിട്ട് പിതാവായ ദൈവം മിഖായേൽ മാലാഖയെ പറഞ്ഞയക്കുക. മിഖായേൽ മാലാഖ വന്നിട്ട് ഈ കാണുന്ന പേർഷ്യ വംശത്തിന്റെ പൈശാചിക ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ദൂതന് യഥാർത്ഥത്തിൽ ദാനിയേൽ പ്രവാചകന്റെ അടുത്തേക്ക് വരാനായിട്ട് പറ്റിയത്. ഞാൻ പറഞ്ഞു വെക്കുന്ന മക്കളെ, ഇതുപോലെ ബാംഗ്ലൂരിൻ്റെ മേൽ, RRC ധ്യാന കേന്ദ്രത്തിൻ്റെ മേൽ, ഇല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഏതൊക്കെ നിങ്ങൾ രക്ഷപ്പെടരുത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ദേശത്തിൻ്റെ മേൽ കടന്നുകൂടിയിരിക്കുന്ന ഏതൊക്കെ പൈശാചിക സ്പിരിറ്റ് ഉണ്ടോ ആ പിശാചുക്കളെ മുഴുവനും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ ആ മക്കളെ, നമുക്ക് ഈശോയെ സ്നേഹിക്കാനും കൽപ്പനകൾ പാലിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും കൃപയിൽ വളരുവാനും ഒപ്പം ദൈവവചനം പാലിക്കാനും പറ്റുക. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ചാടി എഴുന്നേറ്റ്, പെട്ടെന്ന് എഴുന്നേറ്റ്, പെട്ടെന്ന് ഈ രൂപികളെ മുഴുവനും നമുക്ക് ബന്ധിക്കണം. എല്ലാ പൈശാചിക ശക്തികളും ഇപ്പോൾ വിട്ടുമാറണം. ദാഹത്തോടെ പ്രാർത്ഥിക്കണം. നീ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടൊന്ന് അടിയറവ് വെച്ചുകൊണ്ട്, കർത്താവേ, എനിക്ക് ദൈവാനുഗ്രഹം വരാൻ, എൻ്റെ കുടുംബത്തിന് രക്ഷപ്പെടാൻ, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് ഏതൊക്കെ സ്പിരിറ്റ് ഉണ്ടോ ആ സ്പിരിറ്റ് മുഴുവനും അഴിഞ്ഞു മാറാനായിട്ട് ഇതാ ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈ നിമിഷം ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ദേശത്തിൻ്റെ കെട്ടഴിയും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, കണ്ണടയ്ക്കാം. പകുതിയല്ല മക്കൾ, നന്നായിട്ട് ഉയരട്ടെ. കണ്ണടയ്ക്കട്ടെ. 2 കണ്ണും അടച്ച് കരങ്ങൾ 2 ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിനക്ക് ദൈവം എന്തോ ഒരു ശബ്ദം തന്നിട്ടുണ്ടോ മക്കളെ, മറ്റാരെയല്ല പ്രീതിപ്പെടുത്തണ്ടേ, നീയാണിന്ന് കർത്താവിനെ സ്വന്തമാക്കട്ടെ. ഈ 3 ദിവസം കൊണ്ട് എനിക്കൊരു ദൈവാനുഭവം വേണം, എനിക്ക് ദൈവത്തിൻ്റെ കൃപ മുഴുവനും സമ്പാദിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു 10, 15, 20 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ, മറ്റാരെ ശ്രദ്ധിക്കണ്ട, നന്നായിട്ട് ഉറക്കി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പോരാ, സത്യോടെ വിളിച്ചു പ്രാർത്ഥിച്ച് സ്വരമുയർത്തി ഉറക്കം വിളിക്കാമോ? യേശുവേ, ചങ്കുപൊട്ടി ഉറക്കം വിളിച്ച് യേശുവേ. സഖ്യോടെ പ്രാർത്ഥിക്കും മക്കളെ. ഉറക്കം സുരിക്കട്ടെ. ആഗ്രഹിച്ച് എല്ലാ കെട്ടുകളും വഴിയാൻ ആഗ്രഹിച്ച്, എല്ലാ ബന്ധനങ്ങളും വഴിയാൻ ആഗ്രഹിച്ച്, എല്ലാ പൈശാചിക ശക്തികളും മാറണം. ദേശത്തിന്റെ ബന്ധനം അഴിയണം, ദേശത്തിന്റെ സ്പിരിറ്റ് അഴിയണം, എല്ലാ സ്വാധീനം അഴിയണം. അന്ധകാര ശക്തികൾ വിട്ടുമാറണം, പൈശാചിക ശക്തികൾ വിട്ടുമാറണം, കുഷ്ഠരോഗികൾ വിട്ടുമാറണം, രോഗാളികൾ വിട്ടുമാറണം, രോഗശക്തികൾ വിട്ടുമാറണം. ഒറ്റ വിളി വിളിച്ച് യേശുവേ. കരമടിച്ച് ബന്ധനമഴിയേ യുദ്ധങ്ങൾ പുകഴ്ത്തട്ടെ. ബന്ധനമഴിയേ യുദ്ധങ്ങൾ പുകഴ്ത്തട്ടെ. ബന്ധനമഴിയേ യുദ്ധങ്ങൾ പുകഴ്ത്തട്ടെ. ബന്ധനമഴിയേ യുദ്ധങ്ങൾ പുകഴ്ത്തട്ടെ. യേശുവിന്റെ രക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ രക്തം ഞങ്ങളിൽ നിറയട്ടെ. ഒറ്റ വിളി വിളിച്ച് യേശുവേ. ഈ ദൈവമക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും
തന്നിഷ്ടത്തിന്റെ, സ്വാർത്ഥതയുടെ, സാഠ്യത്തിന്റെ, സ്വന്തം മനോഭാവത്തിന്റെ, ആത്മപ്രശംസയുടെ, തിരസ്കരണത്തിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, ഏകാധിപത്യത്തിന്റെ, അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, അനുസരണക്കേടിന്റെ, വിപ്ലവ സ്വഭാവത്തിന്റെ, പാരമ്പര്യത്തിന്റെ, ദൈവവചനത്തിനെതിരായ ചിന്താഗതിയുടെ എല്ലാ രൂപികളെയും എല്ലാ ശക്തികളെയും യേശുവിന്റെ പരിശുദ്ധ നാമത്തില് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിശുദ്ധ കുരിശുചുവടിലേക്ക് അട്ടിപ്പായിക്കുന്നു. വിട്ടുപോകട്ടെ, ഒറ്റ വിളി വിളിച്ച് യേശുവേ. കർത്താവായ ഈശോയെ, ഈ ദൈവമക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന കോപത്തിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ, അക്ഷമയുടെ, വൈരാഗ്യത്തിന്റെ, എതിർപ്പിന്റെ, എല്ലാ പ്രതികാരത്തിന്റെ, ഇപ്രകാരമുള്ള എല്ലാ പൈശാചിക ശക്തികളെയോ, പാപത്തിന്റെ കെട്ടുകളെയോ, ഇതിന്റെ മുഴുവനും അരൂപികളെയോ യേശുവിന്റെ നാമത്തില് ബന്ധിക്കുന്നു. യേശുനാമത്തില് ബന്ധിക്കുന്നു. യേശുവിന്റെ കുരിശിനാല് ബന്ധിക്കുന്നു. വിട്ടുപോകട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ ദൈവമക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനപ്രയാസത്തിന്റെ, വ്യഗ്രതയുടെ, ഉത്കണ്ഠയുടെ, ആകുലതയുടെ, ടെൻഷന്റെ, നിരുത്സാഹത്തിന്റെ, മ്ലാനതയുടെ, നിരാശയുടെ, ആത്മഹത്യാ പ്രവണതയുടെ എല്ലാ ശക്തികളെയും, എല്ലാ തിന്മകളെയോ, എല്ലാ രൂപികളെയോ യേശുനാമത്തില് ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. വിശുദ്ധ കുരിശുചുവടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോകട്ടെ, ഒറ്റ വിളി വിളിച്ച് യേശുവേ. ഈശോയെ, ഈ ദൈവമക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ, ഞെട്ടലിന്റെ, സംഭ്രമത്തിന്റെ, ഭീരുത്വത്തിന്റെ, നാണക്കേടിന്റെ, അപകർഷതാബോധത്തിന്റെ, മനഃക്ഷോഭത്തിന്റെ എല്ലാ ദുരാത്മാക്കളെയോ, എല്ലാ ശക്തികളെയോ യേശുനാമത്തില് ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു. വിശുദ്ധ കുരിശുചുവടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈ ദൈവമക്കളെ പിടിച്ചിരിക്കുന്ന സ്വയം ഭോഗത്തിന്റെ, സ്വവർഗ ഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ, ബലാത്കാരത്തിന്റെ, വേശ്യാവൃത്തിയുടെ, മൃഗഭോഗത്തിന്റെ, ബന്ധുഭോഗത്തിന്റെ, ചീത്ത കാഴ്ചകൾ കാണുന്നതിന്റെ, ചീത്ത സ്പർശനത്തിന്റെ, എല്ലാ ശുദ്ധിയുടെയും, എല്ലാ ജഡത്തിന്റെയും, എല്ലാ വ്യഭിചാരത്തിന്റെയും, എല്ലാ സുഭൂതങ്ങളെ, എല്ലാ ശക്തികളെ യേശുനാമത്തില് ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. വിശുദ്ധ കുരിശുചുവടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഒറ്റ വിളി യേശുവേ. ഈ ദൈവമക്കളെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ലൗകികതയുടെ, സുഖലോലുപതയുടെ, ഇന്ദ്രിയ സുഖത്തിന്റെ, ഭൗതിക സുഖത്തിന്റെ, തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടിന്റെ, മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ, ലഹരിയുടെ സകല ആസക്തികളെയോ, സകല ശക്തികളെയോ, സകല തിന്മകളെയോ യേശുനാമത്തില് ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു. വിശുദ്ധ കുരിശുചുവടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഒറ്റ വിളി യേശുവേ. കർത്താവായ ഈശോയെ, ഈ ദൈവമക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ പ്രശംസയുടെ, മുഖസ്തുതിയുടെ, ആസക്തികളുടെ, അധികാരത്തിന്റെ, എതിർപ്പിന്റെ എല്ലാ ശക്തികളെയും, അഹങ്കാരത്തിന്റെ, ആത്മപ്രശംസയുടെ, വാശിയുടെ, മുൻപതിയുടെ, മാത്സരക്ഷോഭത്തിന്റെ എല്ലാ ശക്തികളെയും, ധനത്തോടും ആഭരണങ്ങളോടും വസ്തുക്കളോടും ലൗകിക വസ്ത്രങ്ങളോടുമുള്ള എല്ലാ ശക്തികളെയും, എല്ലാ ശക്തികളെയും, പരദൂഷണത്തിന്റെ, കുറ്റാരോപണത്തിന്റെ, വിമർശനത്തിന്റെ എല്ലാ ശക്തികളെയും, വഞ്ചനയുടെ, കാപട്യത്തിന്റെ, കപടഭാവത്തിന്റെ, കൈക്കൂലിയുടെ എല്ലാ ശക്തികളെയും യേശുനാമത്തില് ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു.
കരമടിച്ച് ശക്തിയോടെ കരമടിക്കണം. പോരാ പോരാ അഭിഷേകം. തിന്മകളും വരികയില്ല, അനർത്ഥങ്ങളും തൊടുകയില്ല. തിന്മകളും വരികയില്ല, അനർത്ഥങ്ങളും തൊടുകയില്ല. ഈശോയേ ജയിച്ചവരേ, ജയിച്ചവരേ, കർത്താവായി അധിപതിയായി നീ വാഴണമേ. കർത്താവായി അധിപതിയായി നീ വാഴണമേ. ബന്ധനമഴിയഴിയേ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ശക്തിയോടെ കരമടിക്കട്ടെ. പോരാ അഭിഷേകം വരട്ടെ മക്കളെ. ഒരു പുതിയ കൃപ, ഒരു പുത്തൻ അഭിഷേകം. എനിക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും നിർവീര്യമാകുന്ന ഒരു അഭിഷേകം. യേശുവിന്റെ തിരുരക്തത്താൽ അടിമതി ചങ്ങലാഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമതി ചങ്ങലാഴിയട്ടെ. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. യേശുവേ, പരിശുദ്ധ അമ്മ മാതാവിലേക്ക് നോക്കിക്ക് എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിക്കാം. അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മ ഞങ്ങൾ പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് തരുക. ഈ ധ്യാനത്തെ, ശുശ്രൂഷകളെ, വരുന്ന മക്കളെ, വരാനിരിക്കുന്ന മക്കളെ എല്ലാം അമ്മയ്ക്ക് തരുക. അമ്മയുടെ ഭവനമല്ലേ അമ്മേ. അമ്മ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പഠിപ്പിച്ച പോലെ, യോഹന്നാനെ പഠിപ്പിച്ച പോലെ, ഈശോയെ വളർത്തിയ പോലെ, പരിശീലിപ്പിച്ച പോലെ, സ്നേഹിച്ച പോലെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. കൃപയുടെ അമ്മേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒന്ന് ചേർന്ന് വിളിച്ച് പാടി പ്രാർത്ഥിക്കുക. ആവേ മരിയ. നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങളും വീശിക്കൊണ്ട് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് മറിയമേ, ഞാൻ പൂർണ്ണമായും ഞങ്ങളും കുടുംബവും ആലയവും കൺവെൻഷനും അമ്മയുടേത് മാത്രമാ, അമ്മയുടേത് മാത്രമാ. ഞങ്ങൾ അമ്മയുടെ മക്കളാ. അമ്മയെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്നൊന്ന് കൈവീശി പാടി പ്രാർത്ഥിച്ചേ. ആവേ 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 മരിയ, ആവേ ആവേ ആവേ
പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. മടുത്തോ നിങ്ങൾ? മടുത്താലും സഹിക്കുക, അല്ല നിവൃത്തിയില്ല കേട്ടോ. കുറച്ച് നേരം കൂടി നമ്മൾ വചന ശുശ്രൂഷ നടത്തിയിട്ട് നമ്മളൊരു 35-40 മിനിറ്റും കൂടി വചന ശുശ്രൂഷ നടത്തി നമ്മൾ അതിനുശേഷം ആരാധന നടത്തി. ഭക്ഷണം എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെയൊന്നും ടെൻഷൻ വേണ്ട, എല്ലാം ഇവിടുന്ന് തന്നേ വിടും കേട്ടോ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ വിഷയം മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പരാതികളുടെ കാലഘട്ടം. നിങ്ങൾ പരിശോധിച്ച് നോക്കി, നമ്മൾ എന്തോരം ദൈവത്തോട് പരാതി പറയുന്നേ. ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചു, ദൈവം തന്നില്ല. ഞാൻ ഇത്രമാത്രം ധ്യാനം കൂടി, തന്നില്ല. ഞാൻ ഇത്രമാത്രം ഈ ആലയത്തിൽ വന്ന് ഞായറാഴ്ച ആരാധനയിൽ പങ്കുചേർന്നു, കിട്ടിയില്ല. ഞാൻ ഇത്രമാത്രം ബലിയർപ്പിച്ചു, കിട്ടിയില്ല. ഞാൻ 33 വിശ്വാസ പ്രമാണം ഇത്രയും നാൾ ചൊല്ലി, കിട്ടിയില്ല. ഞാൻ ഇത്രയും കുരിശിന്റെ പടി ചൊല്ലി പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. ഞാൻ ഉടമ്പടിയും എടുത്തു, കിട്ടിയില്ല. എന്നോട് ദൈവം പക്ഷപാതം കാണിക്കുക, എന്നെ ദൈവം അനുഗ്രഹിക്കുന്നില്ല. ഈ പ്രകാരം നമ്മൾ എത്ര പ്രാവശ്യം ഈ കാലഘട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് മക്കളെ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് മനുഷ്യൻ ദൈവത്തോട് പരാതി പറയുന്നു, മനുഷ്യനോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തേ മക്കളെ, നമ്മൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും, ഇത്രമാത്രം ബലിയർപ്പിച്ചിട്ടും, ഇത്രമാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി ഓരോ നിയോഗത്തിന് വേണ്ടി കേണപേക്ഷിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എന്ത്? അതിന്റെ ഉത്തരം ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 59-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ വചനപ്രകാരം പഠിപ്പിക്കുകയാണ്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ സ്വരം കേൾക്കാനാവാത്ത വിധം എൻ്റെ ചെവിക്ക് മാന്യം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, ദൈവത്തിന്റെ ചെവിക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. എന്തിന്? നിന്നെ അനുഗ്രഹിക്കാൻ, നിന്റെ യാചന കേൾക്കാൻ. പക്ഷെ എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചില്ല? അതാണ് പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഉത്തരമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 52-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ വചനപ്രകാരം പഠിപ്പിക്കുകയാണ്, നിന്റെ പാപം, കേട്ടെ, നിന്റെ പാപം നിന്നിൽ നിന്ന് എന്നെ അകറ്റിയിരിക്കുന്നു, നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. കേട്ടെ, നിന്റെ പാപം നിന്നിൽ നിന്ന് എന്നെ അകറ്റിയിരിക്കുന്നു, നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മനുഷ്യന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിന്നും കേട്ടിട്ട് അനുഗ്രഹം കിട്ടാത്തതിന്റെ 3 കാരണം: 1 പാപം, 2 അകൃത്യം, 3 അതിക്രമം. മനസ്സിലാക്കണം, ഞാൻ ഇത്രമാത്രം ചെയ്തിട്ടും എന്നിലേക്ക് ദൈവാനുഗ്രഹം വരുന്നില്ലെങ്കിൽ ചിന്തിക്കുക, പാപം, അകൃത്യം, അതിക്രമം എന്നിലുണ്ടോ? എന്താണ് പാപം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യമാണ്, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാത്തത് പാപം. 2 ദൈവത്തിന്റെ കൽപ്പന പാലിക്കാത്തത് പാപം. 3 ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാത്തത് പാപം. 4 ദൈവത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ തിരുമനസ് ചെയ്യാത്തത് പാപം. 5 വചനം ജീവിക്കാത്തത് പാപം. വചനം പഠിപ്പിക്കുകയാണ്, ഈ കാണുന്ന കാര്യം ഉള്ളത് കൊണ്ടാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തത്. ഇനി നമ്മൾ മനസ്സിലാക്കണം, എന്താണ് അതിക്രമം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു, അതിക്രമം എന്ന് പറയുന്നത് ഒരു കാര്യം തെറ്റാണ്, പാപമാണ് എന്ന് അറിഞ്ഞിട്ടും ആ കാണുന്ന കാര്യം തിരുത്താതെ അത് ആവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അതിക്രമം. കേൾക്കണം, ഒരു കാര്യം തെറ്റാണ് എന്നറിഞ്ഞു, പാപമാണ് എന്നറിഞ്ഞു, തിരുത്തുന്നില്ല. ഉദാഹരണം, മദ്യപാനം. ഇത് കുടിക്കുന്നത് തെറ്റാണ്, ഇത് കുടിക്കുന്നത് തിന്മയാണ്, ഇത് കുടിക്കുന്നത് പാപമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും ഇത് തിരുത്താൻ തയ്യാറാകാതെ ആവർത്തിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് അതിക്രമം.
ഇനി മൂന്നാമത്തെ കാര്യമാണ് അകൃത്യം. എന്താണ് അകൃത്യം? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു: അകൃത്യം എന്ന് വെച്ചാൽ ഒരു കാര്യം തെറ്റാണ് എന്നറിഞ്ഞിട്ടും ആ കാര്യം അനുതപിക്കാതെ, അനുതാപമില്ല, തിരുത്താൻ തയ്യാറാകുന്നില്ല, എന്നിട്ട് ആ പാപത്തിൽ ജീവിക്കുന്നു, കുദാശയില്ലാതെ അവസാനം മരിക്കുന്നു. ഇത് അടുത്ത തലമുറയിലേക്ക് കടന്നു വരുന്നു. ഇതിന് പറയുന്ന പേരാണ് അകൃത്യം അല്ലെങ്കിൽ ശാപം. ഒന്നോടെ പറയാം, ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായി, തിരുത്തുന്നില്ല, അനുതാപമില്ല, കുദാശയില്ല, ആ പാപത്തിൽ മരിക്കുന്നു, ആ പാപം അടുത്ത തലമുറയിലേക്ക് വരുന്നു. ഇതിന് പറയുന്ന പേരാണ് അകൃത്യം. വചനം പഠിപ്പിക്കുന്നു, ഈ മൂന്ന് കാര്യം, ഇതാണ് മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ വീണാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ നിമിഷം നമ്മളിൽ ദൈവിക ജീവൻ നഷ്ടപ്പെടും. 2, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. 3, അതിന്റെ ഫലമായിട്ട് അതിന്റെ അടിമയായി തീരും. 4, ആ രൂപി പിന്നെ നമ്മളെ നയിക്കാൻ തുടങ്ങും. 5, ബുദ്ധിയിൽ അന്ധകാരം നിറയാൻ തുടങ്ങും. 6, മനസ്സാക്ഷി മരവിക്കാൻ തുടങ്ങും. 7, ഹൃദയം കഠിനമാകാൻ തുടങ്ങും. പാപമുണ്ടായാലും അകൃത്യമുണ്ടായാലും അതിക്രമമുണ്ടായാലും നമുക്കുണ്ടാകുന്ന പ്രശ്നം ഇതാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈ കഴിഞ്ഞ നാളില് കുറച്ച് വർഷം മുമ്പ് എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നു. ചേട്ടന് എല്ലാ ഞായറാഴ്ചയും ബലിയർപ്പിക്കുന്ന ചേട്ടൻ, എന്നും കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന ചേട്ടൻ, എന്ന് വെച്ചാൽ തൻ്റെ ഇടവകയിൽ ഏറ്റവും നന്നായി ശുശ്രൂഷിക്കുന്ന വ്യക്തി, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട മകനാ. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി വന്നിട്ട് എന്നോട് പറഞ്ഞ പരാതി ഇതാ: അച്ഛാ, എൻ്റെ മക്കളുടെ വിവാഹം 3 പേരുണ്ട്, 3 പേരുടെയും വിവാഹം നടക്കുന്നില്ല. 2, എൻ്റെ വീട്ടിൽ നിന്ന് രോഗം വിട്ടുമാറുന്നില്ല. 3-മത് പറഞ്ഞു, ഞാൻ എന്തിലേക്കും കാലെടുത്ത് വെച്ചാലും ഗതി പിടിക്കുന്നില്ല. മടുത്തു അച്ഛാ, പ്രാർത്ഥിച്ചു മടുത്തു, നന്മ ചെയ്തു മടുത്തു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ധ്യാനം കൂടി മടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച എന്നറിയണോ? കഴിഞ്ഞ 14 വർഷമായിട്ട് ആ വ്യക്തി മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിലാണ്. നമ്മുടെയൊക്കെ പ്രശ്നം ഇത് തന്നെയല്ലേ? എന്തോരോ പ്രാർത്ഥിക്കുന്നേ, എന്തോരോ ധ്യാനം കൂടിയേക്കണേ, എന്തോരോ ദൈവത്തെ ആരാധിച്ച്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ട ചില കാര്യമുണ്ട്, ഉപേക്ഷിക്കേണ്ട ചില തിന്മയുണ്ട്, എന്നേക്കുമായി മാറ്റി വെക്കേണ്ട ചില തിന്മ പ്രവൃത്തികളുണ്ട്. ഇത് മാറ്റാൻ നോക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ എൻ്റെ ധ്യാന കേന്ദ്രത്തിൽ, ആലുവായിലെ സ്നേഹാലയം ധ്യാന കേന്ദ്രത്തിൽ ഒരു ചേട്ടൻ വന്നു. അദ്ദേഹം കേരളത്തിലെ പല ധ്യാന കേന്ദ്രങ്ങളിലേക്കും ആളുകളെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുവിടുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു വിശുദ്ധനായ മനുഷ്യൻ. നമ്മൾ അങ്ങനെ ചിന്തിക്കും. പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കര വേദനയോടെ വന്ന് പറഞ്ഞ കാര്യം ഇതാണ്: 2 പെൺമക്കൾ, 2 പേരെയും കെട്ടിച്ചു വിട്ടു, അവർക്ക് മക്കളുണ്ടായി, ആ 2 പെൺമക്കളും ഡിവോഴ്സായി, ഇന്ന് വീട്ടിൽ വന്നിരിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത്രയും നന്മ പ്രവൃത്തി ഞാൻ എന്തുമാത്രം ആളുകളെ ഓരോ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ധ്യാനിപ്പിക്കാൻ പറഞ്ഞു വിട്ടേക്കണമെന്ന് അച്ഛൻ അറിയണോ? ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ കുടുംബത്തിന് ഈ ദുരിതം വരാൻ കാരണം എന്താ വെച്ചാ? പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ കണ്ട കാഴ്ച എന്നറിയണോ? ഈ വ്യക്തി അനേകം വ്യക്തികൾ ധ്യാനത്തിന്, പ്രത്യേകിച്ച് ഈ വ്യക്തിയുടെ ഒരു പ്രശ്നം, ഇദ്ദേഹം ആണുങ്ങളെ ധ്യാനത്തിന് പറഞ്ഞു വിടുന്നേ. ഒരു വീട്ടിൽ ചെന്ന് സംസാരിച്ച്, ആ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച്, അവിടെയുള്ള അപ്പച്ചനെ അല്ലെങ്കിൽ ആൺമക്കളെ ധ്യാനത്തിന് പറഞ്ഞു വിടും. അപ്പച്ചനെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടിട്ട് ഈ ചേച്ചിയുമായിട്ട് ആവശ്യമില്ലാത്തൊരു ബന്ധത്തിലേക്ക് വരും. അങ്ങനെ അനേക സ്ത്രീകളെ ഈ വ്യക്തി നശിപ്പിച്ചു. ഒരു സൈഡിൽ ഭയങ്കര നന്മ പ്രവൃത്തി, മറു സൈഡിൽ ഇപ്രകാരമുള്ള പ്രവൃത്തി. ഞാനീ പറയുമ്പോൾ നിങ്ങളൊക്കെ വിധിക്കുന്നുണ്ടാകാം. നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഇത് തന്നെയാണ് മക്കളെ. നമ്മുടെ ജീവിതം ഇതാ പരിശോധിച്ച് നോക്കണ്ടേ? നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയല്ലേ? നമ്മളെല്ലാ ഞായറാഴ്ചയും പോയി ബലിയർപ്പിക്കും. ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ അധരം നീട്ടി സ്വീകരിച്ചിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വരുക. വീട്ടിൽ വന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന മദ്യമെന്ന് പറയുന്ന പാപത്തെ നീ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നീയും ആ വ്യക്തിയും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ?
നമ്മളെല്ലാ ഞായറാഴ്ചയും പോയി ബലിയർപ്പിച്ച് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ആദരത്തിൽ സ്വീകരിച്ചിട്ട് ദേവാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആഴ്ചകളായി, ദിവസങ്ങളായി, മാസങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഞാൻ ആ വ്യക്തിയുമായിട്ട് രമ്യപ്പെടാൻ മനസ്സ് വെക്കാതെ മുഖം മാറ്റിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ ഞാനും ആ വ്യക്തിയും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ. നമ്മളെല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് ചെല്ലാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ചെല്ലുകയും മറു സൈഡില് കാണപ്പെട്ട ദൈവമായ മാതാപിതാക്കളെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ കണ്ണീര് വീഴ്ത്താൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ അനുസരണക്കേട് കാണിക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ പറ്റുമോ, ഇപ്രകാരമാണ് മറു സൈഡിൽ ചെയ്യുന്നതെങ്കിൽ ഞാനും അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ. ഒരു സൈഡിൽ നമ്മൾ ധാരാളം ജപമാല ചൊല്ലും, കരുണക്കൊന്ന ചൊല്ലും, ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും. മറു സൈഡില് ഒരു തെറ്റായ ബന്ധം, ഒരു തെറ്റായ കാഴ്ച, ഒരു തെറ്റായ റിലേഷൻഷിപ്പ്, ഒരു തെറ്റായ ചാറ്റിങ്. ഇതാണ് മറു സൈഡില് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ മക്കളെ, നമ്മളും അവരും തമ്മിൽ എന്തൊട്ട് വ്യത്യാസം. ഒരു സൈഡിൽ ഒത്തിരിയേറെ പുണ്യപ്രവൃത്തി ചെയ്യും, കാരുണ്യ പ്രവൃത്തി ചെയ്യും, നേർച്ചകൾ നിറവേറ്റും, ആലയത്തിന് പൈസ കൊടുക്കും. മറു സൈഡില് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഏതൊക്കെ രീതിയില് തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കാൻ പറ്റുമോ അപ്രകാരം മറു സൈഡിൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്തൊട്ട് വ്യത്യാസമുള്ളേ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ, അകൃത്യമുണ്ടോ, അതിക്രമമുണ്ടോ, കുഞ്ഞെ, ഇത് തുടച്ചു മാറ്റാതെ, ഇതെടുത്തു മാറ്റാതെ മറു സൈഡിൽ നമ്മൾ എത്ര ഹല്ലേലൂയ പറഞ്ഞാലും കൃപയില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മക്കളെ, നന്നായിട്ട് അനുതപിക്കണം. ഈ കൺവെൻഷനിൽ നിനക്ക് കൃപ മേടിക്കണോ, ഈ കൺവെൻഷനിലൂടെ നിനക്ക് എന്തെങ്കിലും കിട്ടണം, നീ ആദ്യം ചെയ്യേണ്ട കാര്യം നന്നായി അനുതപിക്കുക. അനുതപിക്കുന്ന, ഇന്ന് പലരും അനുതപിക്കുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. എപ്രകാരമാ അനുതാപം? രണ്ട് തരത്തിലാ. ഒന്ന് പൂർണ്ണ അനുതാപം, രണ്ട് ഭാഗിക അനുതാപം. എന്താ ഭാഗിക അനുതാപം? ഭാഗിക അനുതാപം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു പാപം ചെയ്തതിന് ശേഷം ആ വ്യക്തി ആ പാപത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലോ ഭയത്തിൽ നിന്ന് പോയിട്ട് ഏറ്റുപറച്ചില്ല. ഇത് ഭാഗ്യാനുതാപ. എന്നാൽ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തതിനു ശേഷം ഇതെന്റെ ഈശോയെ എന്തുമാത്രം വേദനിപ്പിച്ചു, എന്റെ ഈശോയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഉള്ളുരുകി കരയാനായിട്ട് എനിക്ക് പറ്റുന്നതാണ് പൂർണ്ണമായിട്ടുള്ള അനുതാപം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞേ മക്കളെ, ഈ അനുതാപം ജീവിതത്തിൽ ആദ്യം വേണം. അതിനുശേഷം നമുക്ക് വേണ്ടതാണ് കൽപ്പനകൾ പാലിക്കാൻ തീരുമാനമെടുക്കണം. ഈ കൺവെൻഷനിൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വേണോ, നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് അനുതപിക്കുക. രണ്ട്, കൽപ്പന പാലിക്കാൻ തീരുമാനമെടുക്കുക. ഞാൻ നിങ്ങളോട് പറയുക പ്രിയപ്പെട്ടവർ, ഇന്ന് പല ദൈവമക്കളുടെയും ചിന്താഗതിയാണ്, എനിക്ക് പരിശുദ്ധ ബലി അർപ്പിച്ചാൽ മതി, എനിക്ക് കുറച്ച് ജപമാല ചൊല്ലിയാൽ മതി, എനിക്ക് കുറച്ച് കരുണക്കൊന്ന ചൊല്ലിയാൽ മതി, എനിക്ക് ഇതുപോലുള്ള ആരാധനയിൽ വന്ന് പങ്കുചേർന്നാൽ മതി, എനിക്കെല്ലാം ശരിയാകും. ഇല്ലെന്നേ, തെറ്റായ ധാരണയാ. പരിശുദ്ധ കുർബാന പോലെ, പരിശുദ്ധ ജപമാല പോലെ, പരിശുദ്ധമായ പ്രാർത്ഥനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാ മക്കളെ കൽപ്പന. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണേ. പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് നോക്കിക്കേ. മോശ പ്രവാചകനെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മലമുകളിൽ ചെന്നപ്പോൾ പിതാവായ ദൈവം കൽപ്പലക എടുത്തു കൊടുക്കുക, 10 പ്രമാണം എടുത്ത് കൈ കൊടുത്തിട്ട് പറയുന്നു, നീ പോയി ഇത് ജനത്തെ പഠിപ്പിക്ക്, അവരോട് ഇത് അനുസരിക്കാൻ പറ. ആരിത് അനുസരിക്കുന്നോ, ആരിത് ജീവിക്കുന്നോ അവർ എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ജനം. എന്ന് വെച്ചാൽ കർത്താവിന്റെ മകളാകാൻ, കർത്താവിന്റെ മകനാകാൻ, കർത്താവിന്റെ ജനമാകാൻ കർത്താവ് നൽകുന്ന ഒന്നാമത്തെ കണ്ടീഷൻ കൽപ്പന പാലിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ മക്കളെ, ഇസ്രായേൽ ജനം എങ്ങോട്ട് പോകുമ്പോൾ അവർ കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരുന്നു വാഗ്ദാന പേടകം. വാഗ്ദാന പേടകത്തിനകത്ത് എന്തൊക്കെയുള്ളേ? 1 അഹറോന്റെ വടി, 2 സ്വർഗീയ മന്ന, 3 കൽപ്പനക. എന്ന് വെച്ചാൽ ഇന്ന് ദിവ്യകാരുണ്യം എന്തുമാത്രം പവിത്രമായിട്ടാണോ, എന്തുമാത്രം സ്നേഹത്തോടെയാണോ, എന്തുമാത്രം ഭക്തിയോടെയാണോ നമ്മൾ കുമ്പിട്ട് സ്നേഹിച്ച് ആരാധിക്കുന്നത്, ഇതുപോലെ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കള് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, പാലിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കൽപ്പന.
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്നാ പറ്റിയെന്നറിയാമോ? ഈ കൽപ്പന വേണ്ട, പ്രാർത്ഥന മതി. കരിസ്മാറ്റിക്കിന്റെ വരവോടെ ഒത്തിരി ബോധ്യങ്ങൾ കിട്ടിയെങ്കിലും നമ്മളൊക്കെ പലപ്പോഴും മാറ്റിവെച്ച കാര്യത. കൽപ്പനയ്ക്ക് പ്രാധാന്യമില്ല. കുഞ്ഞ്, നീ മകനായിട്ട് വേണ്ട ബലിയർപ്പിക്കാൻ. കുഞ്ഞ്, നീ മകളായിട്ട് വേണ്ട ജപമാല ചൊല്ലാൻ. കുഞ്ഞ്, നീ ദൈവത്തിന്റെ ജനമായിട്ട് വേണ്ടേ നീ ദൈവത്തെ ആരാധിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരെ കുറിച്ച് കാണാം. ഒന്നാമത്തെ ഹെസക്കിയ രാജാവ്, 2 മനാസെ. ഹെസക്കിയ രാജാവായി തീർന്നപ്പോൾ ചെയ്ത കാര്യം എന്താ? ആ രാജ്യത്തിന്റെ നിയമങ്ങൾ മുഴുവൻ എടുത്തു മാറ്റി. എന്നിട്ട് ആ രാജ്യത്ത് ജനത്തോട് പറഞ്ഞു, 10 നിയമമുള്ളൂ, അത് 10 കൽപ്പന, ഇത് പാലിക്കണം നിർബന്ധിച്ചു. ജനത്തെ പഠിപ്പിച്ചു. ജനം പാലിക്കാൻ തുടങ്ങി. എന്താ ഗുണമുണ്ടായേ? ആ രാജ്യത്ത് അഭിവൃദ്ധി, ആ രാജ്യത്ത് വളർച്ച, ആ രാജ്യത്ത് ഉയർച്ച, ആ രാജ്യത്ത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ഹെസക്കിയ മരിച്ചു. അടുത്ത 16-ാമത്തെ വയസ്സിൽ രാജാവായവന്റെ പേരാണ് മനാസെ. മനാസെ രാജാവായി തീർന്നപ്പോൾ എന്താ ചെയ്തേ? ആദ്യം ഈ 10 പ്രമാണം എടുത്തങ്ങോട്ട് മാറ്റി. അതിനുശേഷം ചെയ്ത കാര്യം, തൻ്റെതായ കുറെ പ്രമാണങ്ങളും കുറെ വ്യക്തികൾ പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളും വെച്ച് കുറെ പ്രമാണങ്ങളും ഉണ്ടാക്കി രാജ്യത്ത് കൊടുത്തു. എന്താ സംഭവിച്ചെന്നറിയണോ മക്കളെ? രാജ്യം കൂട്ടക്കുരുതിയിലേക്ക് പോയി. അവസാനം ആ രാജ്യം പോയി എത്തിയത് അടിമത്തത്തിലേക്ക്, നാശത്തിലേക്ക്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, സന്യാസ ജീവിതത്തിലാണ് മക്കളെ, ദൈവാനുഗ്രഹം വേണമെങ്കിൽ ആദ്യം മുറുകെ പിടിക്കേണ്ട കാര്യം കൽപ്പന. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ ആദ്യം ചെയ്യുക, അനുതപിക്ക്, എന്നിട്ട് കൽപ്പന പാലിക്കാനുള്ള ഒരു കൃപ ഈ നിമിഷം സമ്പാദിക്കണം. വലതുകരം ഉയർത്തിപ്പിടിച്ച് കണ്ണടയ്ക്ക്. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, അനുതാപത്തിന്റെ ഒരു അഭിഷേകം, 2 കൽപ്പന പാലിക്കാനുള്ള ഒരു അഭിഷേകം ഇതെനിക്ക് തരണം. മക്കളെ, അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം മാറി നിന്നു, കൽപ്പന അനുസരിക്കാതിരുന്നപ്പോൾ. എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നപ്പോൾ ദൈവം മാറി നിന്നു. ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദൈവം മാറി നിന്നു. അത് ദൈവം പറഞ്ഞ പ്രമാണം, കൽപ്പന അനുസരിക്കാതെ വന്നപ്പോൾ. മോശയുടെ ജീവിതത്തിൽ ദൈവം മാറി നിന്ന സമയം കൽപ്പന പാലിക്കാത്ത സമയത്താണ്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം പലപ്പോഴും മാറി നിൽക്കുന്ന അവസ്ഥ വരുന്നത് കൽപ്പന പാലിക്കാത്ത അവസ്ഥ വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, നീ തന്നിരിക്കുന്ന കൽപ്പന അത് പാലിക്കാനുള്ള ഒരു അഭിഷേകം, അത് പാലിക്കാനുള്ള ഒരു ശക്തി എനിക്ക് നീ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരു 3 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ എല്ലാ മക്കളും ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പോരാ, പ്രാർത്ഥിച്ച് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെസ്, ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച, ധ്യാനിപ്പിച്ച ഒരു ചിന്തയുണ്ട്. ഒരു അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമുണ്ട്. നമ്മുടെ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകകപ്പിനോട് ഒത്തിരി താല്പര്യമുള്ള മക്കൾക്കറിയാം ആദ്യത്തെ കളി നടന്നത് ആരൊക്കെ തമ്മിലാന്ന്. അത് ഖത്തറും പിന്നെ ആരായിരുന്നു? പാവ അമ്മച്ചിമാർക്ക് എന്നാ ലോകകപ്പ് എന്ന് ഓർത്തുകൊണ്ടിരിക്കണേ. ആ ഇരിപ്പ് കണ്ടാൽ മതി, അച്ഛാ ഇത് എപ്പോഴാ തീരണേന്നുള്ളൊരു ചിന്തയല്ല നിൽക്കുന്നത്. ആരായിരുന്നു ആദ്യത്തെ ലോകകപ്പിൽ തമ്മിൽ മത്സരിച്ചത് ഈ പ്രാവശ്യത്തെ? ബാംഗ്ലൂർ. അത് തന്നെ, ഖത്തറും ബാംഗ്ലൂരും തമ്മിലായിരുന്നു മത്സരം. നന്നായി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇക്വഡോർ എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇക്വഡോർ അതൊരു രാജ്യമാണ്. ഇക്വഡോറിൽ പരിശുദ്ധ അമ്മ മാതാവ് 1582 മുതൽ 1634 വരെ പ്രത്യക്ഷപ്പെട്ടു. സിസ്റ്റർ മരിയാന എന്ന് പറയുന്ന ഒരു മദറിന പ്രത്യക്ഷപ്പെട്ടെ. പ്രിയപ്പെട്ടവർ, ഈ മരിയാനയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ 2ാമത്തെ പ്രത്യക്ഷീകരണം, അമ്മ മാതാവിൻ്റെ 2ാമത്തെ പ്രത്യക്ഷീകരണം, അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ, 2ാമത് പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച ഇപ്രകാരമാണ്. യേശു ക്രിസ്തു കുരിശിൽ ഇതാ വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുക. പരിശുദ്ധി അമ്മ മാതാവ് എൻ്റെ തൊട്ട് താഴെ നിൽക്കുക. അമ്മ പറയുവാണ് മരിയാനോട്, മരിയാനെ, എൻ്റെ മകനിലേക്ക് നോക്ക്. മകനിലേക്ക് നോക്കുമ്പോൾ മകൻ്റെ ശരീരം മുഴുവനും ഇതുപോലെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ മരിയാനയോട് വീണ്ടും അമ്മ പറഞ്ഞു, എൻ്റെ മകൻ്റെ ശിരസിലേക്ക് നോക്ക്. ശിരസിലേക്ക് നോക്കിയപ്പോൾ 3 കാഴ്ച കണ്ടു.
ഒന്നാമത്തെ കാഴ്ച, 3 വാളുകള് ഇതുപോലെ, 3 കാഴ്ചയല്ല, ഒരു കാഴ്ച കാണുകയാണ്. 3 വാളുകള് ഈശോയുടെ ശിരസിലേക്ക് വന്ന് കുത്തി നിൽക്കുക. ഒന്നാമത്തെ വാളിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, ദൈവനിന്ദ ഞാൻ ശിക്ഷിക്കും. രണ്ടാമത്തെ വാളിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, ദൈവദൂഷണം ഞാൻ ശിക്ഷിക്കും. മൂന്നാമത്തെ വാളിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, അശുദ്ധി ഞാൻ ശിക്ഷിക്കും. കേട്ടെ, ദൈവനിന്ദ ഞാൻ ശിക്ഷിക്കും, ദൈവദൂഷണം ഞാൻ ശിക്ഷിക്കും, അശുദ്ധി ഞാൻ ശിക്ഷിക്കും. എന്നിട്ട് ഈ മരിയാനോട് അമ്മ പറയുവാണ്, കുഞ്ഞെ, ഇത് ലോകത്ത് പടരാൻ പോകുന്നത് 21-ാം നൂറ്റാണ്ട് മുതലായിരിക്കും. 21-ാം നൂറ്റാണ്ട് മുതൽ ഈ 3 പാപവും ലോകത്ത് ശക്തി പ്രാപിക്കും. അതിന്റെ ശിക്ഷ അവിടെ ഉണ്ടാകുകയും ചെയ്യും. എന്നിട്ട് മരിയാനോട് ഇപ്രകാരം അമ്മ പറഞ്ഞു കൊടുക്കുവാണ്, ആ കാലഘട്ടത്തിൽ ജീവിക്കാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നീ ഇപ്പോഴേ പ്രാർത്ഥിക്ക. ഇനി ചിന്തിച്ച്, ദൈവനിന്ദ, ദൈവദൂഷണം, അശുദ്ധി. മക്കളെ, ഈ 3 കാര്യവും ഇന്ന് ഈ കാലഘട്ടത്തില് കൊറോണ പോലെ പടർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു, എന്തുട്ടാ ഈ ദൈവനിന്ദാന്നല്ലേ, എന്താ ദൈവദൂഷണം? നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം പ്രിയപ്പെട്ടവരെ, ഈ 3 പാപവും ഈ 21-ാം നൂറ്റാണ്ടില് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവനിന്ദ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ബൈബിൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാണ്, ദൈവം കരുണയുള്ള പിതാവാ, നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷകനാ, രക്ഷകനാ, സ്നേഹസമ്പന്നനായ അപ്പനാ. പക്ഷേ തിരുവചനം ഇപ്രകാരം കൂടി പഠിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള വചനം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, മനുഷ്യന്റെ എല്ലാ പാപവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന ഏതൊക്കെ പാപമുണ്ടോ അതൊരിക്കലും, എന്ന് വെച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ഇത് ക്ഷമിക്കപ്പെടില്ല. അതോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ എല്ലാ പാപവും ക്ഷമിക്കപ്പെട്ടാലും ആത്മാവിനെതിരായ ദൂഷണം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മക്കളെ, ദൈവനിന്ദ, ദൈവദൂഷണം അതിൽ തന്നെ മാരകപാപ. അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ രൂപമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന ദൂഷണം. ഇനി എന്താണ് ദൈവനിന്ദ, എന്താണ് ദൈവദൂഷണം? ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തില് 10-ാമത്തെ അധ്യായത്തിൽ 29 മുതലുള്ള വചനം 4 കാര്യങ്ങൾ അവനെ കുറിച്ച് പറയുന്നു. 1, ദൈവപുത്രനെ പുച്ഛിക്കുന്നത് ദൈവനിന്ദ, ദൈവദൂഷണം. 2, തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുന്നത് ദൈവനിന്ദ, ദൈവദൂഷണം, എന്ന് വെച്ചാൽ പരിശുദ്ധ കുർബാനയെ. 3-ാമത്തെ കാര്യം, കൃപയുടെ ആത്മാവിനെ അവമാനിക്കുന്നത്, പുച്ഛിച്ചു തള്ളുന്നത് ദൈവനിന്ദ, ദൈവദൂഷണം. 4, ദൈവത്തെയോ ദൈവപുത്രന്റെ നാമത്തെയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് ദൈവനിന്ദ, ദൈവദൂഷണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, ഈ 4 കാര്യവും ഇന്ന് ഈ കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ചിട്ടില്ലേ മക്കളെ? ഈ 4 കാര്യവും മനുഷ്യ ജീവിതത്തില് വിചാരം വഴി, വാക്കുവഴി, പ്രവൃത്തി വഴി, ഉപേക്ഷ വഴി ഇഷ്ടം പോലെ സംഭവിക്കുക. സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് വിവരിച്ച് പറയണമെന്നുണ്ട്. 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണം. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഇത് മാത്രം ഒന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ ദൈവനിന്ദയാണ് ദൈവത്തെ നിഷേധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കണം, ദൈവം ഉണ്ടായിട്ടും ദൈവത്തെ ഉപേക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉള്ള കാര്യമാണ് ദൈവത്തെ ദൈവമായിട്ട് സ്വീകരിക്കാത്ത. അതോടൊപ്പം തന്നെയുള്ള കാര്യമാണ് ദൈവമല്ലാത്തതിനെ ദൈവമായിട്ട് ആരാധിക്കുന്നത്. ഇതൊക്കെ എന്താണ്? ദൈവനിന്ദ, ദൈവദൂഷണം. അതുകൊണ്ട് മക്കളെ, വചന പ്രകാരം പഠിപ്പിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 2-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പഠിപ്പിക്കാണ്, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. 1, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഏതെങ്കിലും രീതിയിലുള്ള ദുരിതങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ, ചില
ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരമായിട്ട്, ദൈവത്തെ ചേർത്ത് പിടിക്കുന്നതിന് പകരമായിട്ട് ദൈവമല്ലാത്തതിനെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ ദൈവത്തെ ഹൃദയത്തില് ഒന്നാം സ്ഥാനം കൊടുത്ത് സ്നേഹിക്കേണ്ടതിന് പകരമായിട്ട് ആ ദൈവത്തെ സ്നേഹിക്കാതെ മറ്റേതെങ്കിലും കാര്യത്തെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യം ശിക്ഷകളാ. ദൈവം ശിക്ഷിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം വചനം പഴയ നിയമം പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ബാലാം എന്ന് പറയുന്ന പ്രവാചകനെ ബാലാഖ് എന്ന് പറയുന്ന രാജാവ് ഒന്ന് വിളിച്ചിട്ട് പറയുവാണ്, ഇസ്രായേൽ രാജ്യത്തെ തകർക്കാൻ ചില മാർഗങ്ങൾ പറഞ്ഞതാ. അതിനുവേണ്ടി നീ ഒരു കാര്യം ചെയ്യുക, ആ മലയുടെ മുകളിലേക്ക് കയറി ചെന്നിട്ട് ആ മലമുകളിൽ ചെന്നിട്ട് ഇസ്രായേൽ രാജ്യത്തിന്റെ നേരെ നോക്കിയിട്ട് ആ രാജ്യത്തെ ഒന്ന് ശപിക്കുക. ബാലാം മലയുടെ മുകളിൽ കയറി ചെന്നു. ഇസ്രായേൽ ദേശത്തേക്ക് നോക്കിയിട്ട് ശപിക്കാൻ തുടങ്ങിയപ്പോൾ വാ തുറന്നു, ശപിക്കാൻ പറ്റുന്നില്ല. വാ തുറന്നു, ശപിക്കാൻ സ്വരം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാനം പരാജയപ്പെട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ ബാലാഖ് ബാലാമിനോട് പറയുന്നുണ്ട്, എന്നാൽ അവരെ നശിപ്പിക്കാനുള്ള വഴി പറഞ്ഞതാ. ബാലാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 2 വഴികൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഇപ്രകാരം ദൈവത്തെ നിഷേധിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അവരോട് ചേർത്ത് പറഞ്ഞു കൊടുത്ത കാര്യമാണ്, ദൈവമല്ലാത്തതിനെ ആരാധിക്കാൻ അവരെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവമല്ലാത്തതിനെ ആരാധിക്കാനുള്ള വഴി ബാലാഖ് ഒരുക്കി. അവരെ കൊണ്ടുവന്നു, അപ്രകാരം ആരാധന നടത്തി. അതിന്റെ ഫലമായിട്ട് ഈ കാണുന്ന മക്കൾ ജഡപാപത്തിലേക്കും വീണുപോയി. ദൈവമല്ലാത്തതിനെ ആരാധിച്ചതിന്റെ ഫലമായിട്ട് ജഡപ്രകാരമുള്ള പാപത്തിലേക്ക് വീണുപോയി. എന്താ സംഭവിച്ചേ? 24,000 പേര് ഒറ്റ രാത്രി കൊണ്ട് കൂട്ടക്കുരുതിയിലേക്ക് പോയി. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യതാ മക്കളെ, ദൈവമല്ലാത്തതിനെ, ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തെ അവഗണിച്ച്, ദൈവമല്ലാത്തതിനെ മുറുക്ക പിടിക്കുന്ന കാലഘട്ടമായത്. നമ്മുടെ കുടുംബത്തിലെ ചില രോഗം മാറാൻ, നമ്മുടെ കുടുംബത്തിലെ ചില തടസ്സം മാറാൻ, ചില മക്കൾക്ക് ജോലി കിട്ടാൻ, ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ, ചില സാമ്പത്തിക ഞെരുക്കത്തിന് ബുദ്ധിമുട്ടുകൾ മാറാൻ കുറെ നാൾ പ്രാർത്ഥിച്ചു, കുറെ നൊവേനകൾ ചൊല്ലി, കുറെ സ്ഥലങ്ങളിൽ പോയി ഉടമ്പടി എടുത്തു. എന്നിട്ടും ഇതൊന്നും നടക്കാത്ത വന്നപ്പോൾ ആരെങ്കിലും പറയണ കേട്ട് ഏതെങ്കിലും ദൈവമല്ലാത്ത ചില നെഗറ്റീവ് സ്പിരിറ്റിന്റെ അടുത്ത്, ചില തിന്മയുടെ സ്പിരിറ്റിന്റെ അടുത്ത് ചില മക്കൾ ചെന്നിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, അവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് ഫലമായിട്ട് മക്കളെ ദൈവം നിന്ന, ദൈവ ദൂഷണം ഉണ്ടാകുക, തകർച്ച വരുക. ഒരു 4 വർഷം മുമ്പ് ബാംഗ്ലൂരുള്ള ഒരു കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നു. അവരെന്നെ കൊണ്ടുവന്നത്, അമ്മ എന്ത് ചെയ്താൽ മരിക്കുന്നില്ല അച്ഛാ, ശരീരം പൊട്ടി ജീർണിക്കുക, മരിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ വന്ന. ഞാൻ ആ വീട്ടിൽ ചെന്നു, കതക് തുറന്നു, അമ്മ കിടക്കുന്ന മുറിയുടെ കതക് തുറന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ജീർണിച്ച സ്മെല്ല, ഭയങ്കര സ്മെല്ല്, മോശപ്പെട്ട സ്മെല്ല്, ശരീരം മുഴുവനും പൊട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാതിൽ തന്നെ നിന്ന്, അകത്ത് കയറി പോലുമില്ല, വാതിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് അന്യദൈവാരാധന, ദൈവമല്ലാത്തതിനെ മുറുകെ പിടിച്ച സ്ത്രീയാ. ഞാൻ എന്നെ കൊണ്ടുവന്ന മകനോട് ചോദിച്ചു, ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഈ മകൻ എന്നോട് പറഞ്ഞ കാര്യം, ഈ കിടക്കണ ഞങ്ങളുടെ അമ്മ അനേകർക്ക് മന്ത്രവാദം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു അമ്മയാച്ചാ. എന്തുപറ്റി? ഇന്ന് ശരീരം മുഴുവനും പൊട്ടി ജീർണിച്ച് കിടക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മന്ത്രവാദോ കൂടോത്രോ ആഭിചാരോ ദർശനക്കെട്ടോ ജിന്നോ ചാത്താസേവ ഇത് മാത്രമല്ല മക്കളെ. ഇത് നമ്മൾ ക്രിസ്ത്യാനി എപ്പോഴും ചിന്തിക്കും, ഞങ്ങൾ ആരും ഇത് ചെയ്തിട്ടില്ലല്ലോ അച്ഛാ. ഇതല്ല, നീ ദൈവമല്ലാത്ത ഏതെങ്കിലും ദൈവമാണെന്നുള്ള രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? നമ്മളൊക്കെ പറയും, ഞാൻ ഈശോയ്ക്ക് അച്ഛാ 1ാം സ്ഥാനം. മക്കൾ, ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്ത ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ഈശോയുടെ കൂടെ ഇരിക്കാൻ, 2 ഈശോയുടെ ആഗ്രഹം നിറവേറ്റാൻ, 3 ഈശോ പറഞ്ഞ കാര്യം ചെയ്യാൻ നീ നോക്കും. നീ ഈശോയ്ക്കാണ് പ്രാധാന്യം എന്ന് പറയും, ഈശോയ്ക്കാണ് വില എന്ന് പറയും. മറു സൈഡില് മറ്റു പലതിനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ വെറും വാചികമായിട്ട് മാത്രമുള്ള പ്രാർത്ഥിക്കുന്ന മക്കളായി തീർന്നേക്കുക.
പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കോണം, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ സമ്പത്തിനെ വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? മൊബൈലിനെ വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? സ്ഥാനമാനത്തെ വിഗ്രഹമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോലി മേഖലയെ വിഗ്രഹമായി വെച്ചിട്ടുണ്ടോ? ബിസിനസിനെ വിഗ്രഹമാക്കി വെച്ചിട്ടുണ്ടോ? സമ്പത്തിനെ വിഗ്രഹമാക്കി വെച്ചിട്ടുണ്ടോ? മക്കളെ, ഈ ഏതൊന്നിനെയാണോ നീ ഉള്ളിൽ വിഗ്രഹമാക്കി വെച്ചേക്കണേ, അത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാത്തിടത്തോളം കാലം ദൈവാനുഭവത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും വരാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പരിശോധിച്ചോണം. ഇന്ന് പല മക്കളും കാണാം മൊബൈൽ. ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. വേണ്ടെന്നല്ല മക്കളെ അച്ഛൻ പഠിപ്പിക്കണേ. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പോലും, കുദാശവദനം ചെല്ലുമ്പോൾ പോലും നിന്റെ പോക്കറ്റിൽ കിടക്കണ മൊബൈൽ അടിക്കുമ്പോൾ അത് എടുക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന അവസ്ഥ. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടിന്റെ ചവിട്ടിക്കൊണ്ടി വെച്ചിട്ട് അത് അടിക്കുമ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒരു മെസ്സേജ് വരുമ്പോൾ നോക്കുന്ന അവസ്ഥ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ഇതെടുത്ത് നോക്കിയും ഇത് ഉപയോഗിച്ചുകൊണ്ട് ബാത്റൂമിൽ പോലും പോകുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ മക്കളെ, ഇത് ഉള്ളിൽ വെക്കുകയും പുറത്ത് ഒന്നാം സ്ഥാനം ഈശോയ്ക്കാന്ന് പറയുകയും ചെയ്യുന്നത് കാപട്യം. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ച്, ഞാൻ വിവരിക്കുന്നില്ല സമയമായതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. ഞാൻ ദൈവത്തെ നിഷേധിച്ച അവസ്ഥ, ദൈവത്തെ അവഗണിച്ച അവസ്ഥ, ദൈവത്തെ ദൈവമായിട്ട് ആരാധിക്കാത്ത അവസ്ഥ, അന്യ ദൈവത്തെ അല്ലെങ്കിൽ ദൈവമല്ലാത്തതിനെ ഞാൻ ചേർത്ത് പിടിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവനിന്ദയാണ്, ദൈവദൂഷണമാണ്, ദൈവത്തിനെതിരായി ചെയ്ത മാരക പാപം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ മക്കളെ, നമ്മളിലേക്ക് ദൈവാനുഗ്രഹം വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം. രണ്ടാമത്തെ കാര്യം ഞാൻ വിവരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് പരിശുദ്ധ കുർബാനയെ വില കുറച്ച് കാണുക, പരിശുദ്ധ കുർബാനയെ അവഗണിക്കുക, പരിശുദ്ധ കുർബാനയെ അല്ലെങ്കിൽ യോഗ്യതയില്ലാതെ സ്വീകരിക്കുക. അതിനേക്കാളും പ്രധാനപ്പെട്ടാണ് പരിശുദ്ധ കുർബാനയോട് വണക്കമില്ലാത്ത അവസ്ഥ, പരിശുദ്ധ കുർബാനയോട് നിസ്സംഗമായ അവസ്ഥ. ഇതൊക്കെ ദൈവനിന്ദയാ. ജീവിച്ചിരുന്നപ്പോൾ പിശാച് ഏറ്റവും കൂടുതൽ സാത്താൻ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ച ശരീരത്തിലാ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കാലഘട്ടത്തിലും സാത്താൻ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭൗതികമായ ശരീരമായിട്ടുള്ള സഭയും സഭയിലെ കുദാശകളെയുമാണ്. ഇന്ന് ചിന്തിച്ചു നോക്കിക്കേ, പരിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കുന്ന എത്ര മക്കളുണ്ട്? ഏറ്റവും കൂടുതൽ ബന്ധനം അഴിയുന്ന, ഏറ്റവും കൂടുതൽ കെട്ടുകൾ അഴിയുന്ന, ഏറ്റവും കൂടുതൽ തിന്മകൾ വിട്ടുമാറുന്ന, ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ അനുഗ്രഹം അല്ലെങ്കിൽ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള കുദാശിയ പരിശുദ്ധ കുർബാന. ഞാനും ദൈവം ഒന്നാകുന്ന സമയം. പക്ഷെ അതിനെ സ്നേഹിക്കുന്ന എത്ര പേര്? അതിന് വില കൊടുക്കുന്ന എത്ര പേര്? അതുകൊണ്ടല്ലേ മക്കളെ, ഇതിനെ അവഗണിക്കുന്നതുകൊണ്ട് വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നത്: നിങ്ങളിൽ പലരും മരിക്കാൻ കാരണം, നിങ്ങളിൽ പലരും രോഗികളാകാൻ കാരണം അയോഗ്യതയോടുകൂടി ഒരുക്കമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതാ. ചിന്തിച്ചു നോക്കണം മക്കളെ, ഞാൻ ഈ പരിശുദ്ധ കുർബാനയെ അവഗണിക്കുന്നുണ്ടെങ്കിൽ, നിസ്സംഗതയോടുകൂടി പോകുന്നുണ്ടെങ്കിൽ, സമയത്ത് ഞാൻ പൂർണ്ണമായിട്ടുള്ള ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നില്ലെങ്കിൽ, ഒരുക്കമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ദൈവനിന്ദയാ, ദൈവദൂഷണ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് പരിശോധിക്കണം. യൂറോപ്പിൽ ഒരു പള്ളിയിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. യൂറോപ്പിൽ ഒരു പള്ളിയിൽ എല്ലാ ദിവസവും 7 കുർബാന നടന്നിരുന്നത്. പക്ഷെ അവസാനം അവിടുത്തെ ആളുകൾ തീർന്നു പോയപ്പോൾ, പള്ളി വരാതായപ്പോൾ അവിടെ ഒരു കുർബാനയായി. ഈ ഒരു കുർബാനയ്ക്കും ആളില്ലാതായപ്പോൾ സാക്രിസ്റ്റിയിലേക്ക് കുർബാന മാറ്റി. അവിടെയും ആളില്ലാതായി തീർന്നപ്പോൾ പള്ളി പൂട്ടാൻ തുടങ്ങി. പള്ളി പൂട്ടാനായിട്ട് വികാരിയച്ഛൻ പിതാവിനോട് പോയി പറഞ്ഞു. പിതാവ് അതിന് അനുവാദം കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛൻ 1 വർഷം അവിടെ പോയിരിക്കാമോ?
അത് വേറൊരു അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അച്ഛൻ അവിടെ ചെന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം സാക്രിസ്റ്റി കുർബാന തുടങ്ങി. സാക്രിസ്റ്റിയിൽ ബലിയർപ്പിച്ചു. ബലിയർപ്പണം കഴിഞ്ഞിട്ട് ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിച്ചു വെച്ചു. അതിൻ്റെ മുമ്പിൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ അച്ഛനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇടവക ജനത്തിൻ്റെ പേരെഴുതി വെച്ചങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ജനത്തെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് ഈ അച്ഛൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, 3 മാസം കഴിഞ്ഞപ്പോൾ ആ സാക്രിസ്റ്റി നിറയത്തക്ക രീതിയിൽ ജനം പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ തുടങ്ങി. ഒറ്റ വർഷം കഴിഞ്ഞപ്പോൾ ആ കാണുന്ന ഇടവക പള്ളി നിറയത്തക്ക രീതിയിൽ, ഒരു കുർബാനയ്ക്ക് നിറയത്തക്ക രീതിയിൽ ജനം വരാൻ തുടങ്ങി. അച്ഛൻ 3 വർഷം പരിശുദ്ധ ബലിയെ സ്നേഹിച്ച് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിൽ ഇന്ന് 7 പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞു വരുന്ന മക്കളെ, നിങ്ങൾ എത്ര ബന്ധനാവസ്ഥയിലാകട്ടെ, ആര് നിങ്ങളെ തകർത്ത വ്യക്തിയായിക്കോട്ടെ, ഏതൊക്കെ മന്ത്രവാദാകാം, കൂടോത്രാകാം, ജിന്നാകാം, കെട്ടപ്പെട്ട അവസ്ഥയാകാം, നശിപ്പിക്കപ്പെട്ട അവസ്ഥയാകാം, എത്ര ബന്ധനാവസ്ഥയിലായിക്കോട്ടെ കുഞ്ഞെ, നിനക്ക് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ പറ്റുമോ? പരിശുദ്ധ ബലിയെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? സാധിക്കുന്ന ദിവസങ്ങളിൽ ബലിയർപ്പിക്കാൻ പറ്റുമോ? നിനക്ക് സമയം കിട്ടുമ്പോൾ ദിവ്യകാരുണ്യ, ഇവിടെ എത്ര ചാപ്പല 3 സ്ഥലത്ത് ദിവ്യകാരുണ്യ ഈശോ ഇരിപ്പില്ലേ? എത്രയോ സ്ഥലങ്ങളിൽ, ബാംഗ്ലൂരിൽ ഈശോ ദിവ്യകാരുണ്യ ഈശോ നിത്യാരാധന ചാപ്പലുണ്ട്. മണിക്കൂറുകൾ അവിടെ വന്നിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മക്കളെ, നിങ്ങൾ എത്ര ബന്ധനാവസ്ഥയിലായാലും ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മക്കളെ, മാറാത്ത കെട്ടില്ലെന്ന്. വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. കേരളത്തിൽ ഒരു പള്ളിയിൽ 101 ദിവസം ദിവ്യകാരുണ്യ ഈശോ എഴുന്നള്ളിച്ചു വെച്ചു. എന്താ നടന്നെന്ന് അറിയണോ മക്കളെ? തുടക്കത്തിൽ ആരും വന്നിരുന്നില്ല. വികാരിയച്ഛൻ തന്നെ, സിസ്റ്റേഴ്സ് മാത്രം, ഏതാനും കുറച്ച് ആളുകൾ മാത്രം. പക്ഷെ അച്ഛൻ നിർത്തിയില്ല. അച്ഛനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനം വരാൻ തുടങ്ങി. അയൽവക്ക ഇടവകയിൽ നിന്ന് വരാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയണോ മക്കളെ? ഈ പ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ട് 101 ദിവസത്തിനുള്ളിൽ ആ കാണുന്ന ഇടവകയിലെ കുടുംബ കലഹങ്ങള്, കുടുംബത്തിലെ പ്രശ്നങ്ങള്, അവിടെയുള്ള മദ്യശാപ്പുകള്, ഇതെല്ലാം വിട്ടുമാറിയിട്ട് ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ഇടവകയായിട്ട് ആ ഇടവക കർത്താവ് മാറ്റിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാ മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്രകാരം വന്നിരിക്കാൻ തുടങ്ങാൻ, നിങ്ങൾ ഇതുപോലെ ബലിയർപ്പിക്കാൻ തുടങ്ങാൻ, പരിശുദ്ധ ബലിയെ സ്നേഹിക്കാൻ തുടങ്ങാൻ, അത് അവഗണിക്കല്ലേ, അത് ഉപേക്ഷിക്കല്ലേ, അത് മാറ്റിവെക്കല്ലേ, നിസ്സംഗതിയോടെ വന്നിരിക്കല്ലേ, കൈകെട്ടി വന്നിരിക്കല്ലേ, ഉതപ്പുണ്ടാക്കി വന്നിരിക്കല്ലേ. ഈ ബാംഗ്ലൂരിനെ മാറ്റാൻ ഏറ്റവും നല്ല മാർഗം എന്നറിയണോ മക്കളെ? എല്ലാ മാസവും തലങ്ങും വിലങ്ങും ദീപികാരുണ്യ പ്രദർശനം നടത്താമോ? ബാംഗ്ലൂർ നഗരത്തിലൂടെ വാഹനത്തില് ദീപികാരുണ്യ ഈശോ എഴുന്നള്ളിച്ചു വെച്ചിട്ട് തലങ്ങും വിലങ്ങും ദീപികാരുണ്യ ഈശോയുടെ പ്രദർശനം നടത്താം. ഒരു മനുഷ്യനും അറിയണ്ടല്ലെന്ന്. പിതാവിന്റെ അനുവാദം മേടിച്ചിട്ട് സിസ്റ്റേഴ്സെ, നിങ്ങളൊരു കൂട്ടായ്മയായിട്ട് ഇറങ്ങുക, ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു കൂട്ടായ്മയായിട്ട് ഇറങ്ങുക, യുവജനങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ഇറങ്ങുക. ഇപ്രകാരം തലങ്ങും ബലങ്ങും അപ്രകാരം ദീപികാരുണ്യ ഈശോയെ ആരാധിച്ച് സ്നേഹിച്ചുകൊണ്ട് ഇപ്രകാരം പ്രദർശനം നടത്തിയാൽ മക്കളെ, ദേശത്തിന്റെ കെട്ടുകൾ അഴിയും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മക്കളോട് പറഞ്ഞൊരു പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാ: ദൈവത്തെ നിന്ദിക്കുന്ന, ദൈവത്തെ ദൂഷിക്കുന്ന മക്കൾക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി പരിഹാരം ചെയ്യാനുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്രകാരമാ: ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആശ്രയിക്കുന്നു. എന്നിട്ട് പറയുവാണ്, ഞങ്ങൾ അങ്ങേ ആരാധിക്കാത്ത, അങ്ങേ സ്നേഹിക്കാത്ത, അങ്ങയുടെ വിശ്വസ്തത കാണിക്കാത്ത, അങ്ങേ ആശ്രയിക്കാത്ത, അങ്ങേ സ്നേഹിക്കാത്ത മക്കൾക്ക് വേണ്ടി ഇതാ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആശ്രയിക്കുന്നു എന്ന്. ഈ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുമ്പോൾ മക്കളെ, ഇതുപോലെ ഈ ദേശത്ത് ദൈവത്തെ ആരാധിക്കാത്ത, ബ്ലാക്ക് മാസ് നടത്തുന്ന, അശുദ്ധിയിലൂടെ ഈശോയെ വേദനിപ്പിക്കുന്ന, തിന്മയോടെ ഈശോയെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ വാഹനത്തിൽ ആരാധിച്ചുകൊണ്ട് ബാംഗ്ലൂർ നഗരത്തിലൂടെ പ്രദർശനം നടത്താൻ തുടങ്ങിയാൽ മക്കളെ, ഈ നാട് മാറും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചെയ്യണം മക്കളെ. ഇത് ഒരു വീടിന്റെ 4 കെട്ടിന്റെ അകത്തിരുന്ന് മാത്രം ജീവിക്കാനുള്ളവരല്ല നമ്മള്. ഇനി അവിടെ ഇരുന്നാലും ഇപ്രകാരം ദൈവത്തെ നിന്ദിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ.
പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രണ്ടാമത്തെ ദൈവനിന്ദയാണ്, ദൈവദൂഷണമാണ്. പരിശുദ്ധ കുർബാനയെ അവഗണിക്കുക, പരിശുദ്ധ കുർബാനയെ അല്ലെങ്കിൽ അവഹേളിക്കുക നിസ്സംഗതയോടെ, ഇത് ചെയ്യുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ ഈ പേര് മാത്രം പറഞ്ഞു പോവുകയാണ്, പെട്ടെന്ന് മനസ്സിലാക്കിയുള്ളൂ, നിങ്ങൾ ബോധ്യം കിട്ടാൻ വേണ്ടി മാത്രം. മക്കളെ, പരിശുദ്ധ ദേവാലയം, ഈ ചാപ്പൽ അല്ലെങ്കിൽ ധ്യാന സെന്ററുകൾ, ഇത് ദൈവിക കാര്യത്തിനല്ലാതെ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നോ അതൊക്കെ ദൈവനിന്ദയാ. ഇത് വ്യാജദേവന്മാരെ ആരാധിക്കാനായിട്ട് മാറ്റിവെച്ച, അശുദ്ധി നിറഞ്ഞ ചില കലാപരിപാടികള് ദേവാലയവുമായി ബന്ധപ്പെട്ട് നടത്തിയാൽ, സംസ്കാരത്തിൻ്റെതായ ചില കാര്യങ്ങള്, പച്ചയ്ക്ക് പറയുവാണെങ്കിൽ ഓണം, അതുപോലും ദേവാലയം എന്തിനു വേണ്ടിയാ ദൈവം തെരഞ്ഞെടുത്തേക്കണേ? ദൈവത്തെ ആരാധിക്കാനാ. അതല്ലാത്തതെല്ലാം ദൈവനിന്ദയാ. കച്ചവടം ദൈവനിന്ദയാ. ഇത് സൂക്ഷിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ മക്കളെ, നമ്മുടെ ദേവാലയത്തെ എന്തുമാത്രമാ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടിഞ്ഞാടാനോ കൂത്താടാനോ എന്തെങ്കിലും കാണിച്ചു അല്ല, ഇത് ഈശോയെ ആരാധിക്കേണ്ട സ്ഥലം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ ഹല്ലേലൂയ്ക്ക് ഒരു ശക്തിയില്ലല്ലോ, അതെന്നാ പറ്റിപ്പോയേ? ഇത് പറഞ്ഞപ്പോ എന്നാ ഹല്ലേലൂയ്ക്ക് ശക്തിയില്ലാത്ത? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം മക്കളെ, ഇതോടൊപ്പം തന്നെയുള്ള കാര്യമാണ് ദൈവനിന്ദ വരുന്നതാണ്. സാബത്താചരിക്കാത്ത ദൈവനിന്ദയാ, ദൈവദൂഷണ. ജീവകാരുണ്യ പ്രവർത്തിക്കും ദൈവത്തെ ആരാധിക്കാനും മാത്രമുള്ള ദിവസമാണ് ഏത്? സാബത്ത്. അങ്ങനെയാണോ? എന്നിട്ട് നമ്മൾ പറയാ, അച്ഛാ ഞാൻ ബലിയർപ്പിച്ചാർന്ന് വെച്ചാ, ഒരു ബലി മാത്രമാണോ സാബത്ത്? ചിന്തിക്കുക. ഞാൻ പറയുന്നത് മക്കളെ, ഇത് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ കാര്യം, സഭ അംഗീകരിച്ച കാര്യം അച്ഛനീ പറയണേ. ഇക്കഡോറിൽ പരിശുദ്ധ അമ്മ, നിങ്ങൾ ഗൂഗിൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ, പരിശുദ്ധ അമ്മ അവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യം അച്ഛനീ പറഞ്ഞുകൊണ്ടിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദശാംശം, ദൈവം തന്ന ദശാംശം ദൈവത്തിന് സമർപ്പിക്കാത്തത് ദൈവനിന്ദയാ, ദൈവദൂഷണ. നമ്മൾ അറിയുന്നില്ല ഇതൊന്നും, ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ച് പറയുന്നില്ല. മറ്റൊരു കാര്യമാണ്, ദൈവം മാനിച്ചവരെയും ആദരിച്ചവരെയും നമ്മൾ മാനിക്കാത്തത്. അതാരാ? പരിശുദ്ധ അമ്മ, വിശുദ്ധര്. ഇവരെ മാനിക്കാത്തത്, ഇവരെ ആദരിക്കാത്തത് ദൈവനിന്ദ, ദൈവദൂഷണം. മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള വൈദികരെ മാനിക്കാത്തതും അവഹേളിക്കുന്നതും ധിക്കരിക്കുന്നതും പരിഹസിക്കുന്നതും വേദനിപ്പിക്കുന്നതും. ഞങ്ങളെല്ലാവരും നല്ലവരൊന്നും അല്ല, ഉള്ള കാര്യം പറയാം. നിങ്ങൾക്കറിയാലോ, സമരമുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് നല്ലവരല്ല, പക്ഷെ അധികാരം തന്നിട്ടില്ല. എന്തിനു വേണ്ടി? ധിക്കരിക്കാൻ, അവഹേളിക്കാൻ, അവഗണിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ? ദൈവനിന്ദ, ദൈവദൂഷണം. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ വശവും പറഞ്ഞു തന്നേനെ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കൾ, കുരിശ് അവഗണിക്കാനുള്ളതല്ല. പരിശുദ്ധ ബൈബിൾ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഈശോയുടെ ശരീരത്തിന് എത്ര വിലയാണോ കൊടുക്കുന്നത്, അതേ വില കൊടുക്കണം. ഏതിന്? പരിശുദ്ധ ബൈബിൾ. അതിലെ വചനം തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, നമ്മുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല, അത് ഏതെങ്കിലും ന്യായീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. അത് തിരസ്കരിക്കുന്നത്, അത് മാറ്റിക്കളയുന്നത്. എവിടെയാ മക്കളെ നമ്മുടെ വീട്ടിലെ ബൈബിൾ വച്ചേക്കണേ? ഇതെല്ലാം ദൈവനിന്ദ, ദൈവദൂഷണം. ദൈവത്തിന്റെ നാമം, മറ്റൊന്നാണ്, ഞാനതൊന്നും വിടുക, ദൈവത്തിന്റെ നാമം
സിനിമകള്, നമ്മുടെ സാഹിത്യകൃതികളുടെ തലക്കെട്ടുകള്, നമ്മുടെ ചില പുസ്തകങ്ങളുടെ തലക്കെട്ടുകള്, ചില കലാപരിപാടികളുടെ തലക്കെട്ടുകള്, ഇതെല്ലാം ദൈവം നിന്ന ദൈവദൂഷണ പ്രകാരമുള്ള കാര്യങ്ങളല്ലേ? വെളിപാടിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏത് ക്രിസ്തുവിന്റെ നെറ്റിത്തടത്ത് ദൈവദൂഷണം, ദൈവനിന്ദയുടേതായിട്ടുള്ള രൂപങ്ങള്, ഭാവങ്ങൾ വരും, പേരുകൾ വരും. പരിശുദ്ധി അമ്മ ഫാദർ സെബിന ഗോപിക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, 7 മൂലപാപങ്ങള് അത് ദൈവനിന്ദ പ്രകാരമുള്ള കാര്യങ്ങളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇതിൻ്റെ ആരംഭത്തിൽ ഇത്ര ഒന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും രീതിയിൽ 1 അനുദപിക്കുക, 2 കൽപ്പനകൾ പാലിക്കുക, 3 ദൈവനിന്ദ, ദൈവദൂഷണം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിലുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ തയ്യാറാകുക. എന്നാൽ നീ കൃപ കൊണ്ട് നിറയപ്പെടാൻ തുടങ്ങും, നീ അനുഗ്രഹം കൊണ്ട് നിറയപ്പെടാൻ തുടങ്ങും. നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല അനുഗ്രഹം വരാത്തെ, ദൈവത്തെ ആരാധിക്കാഞ്ഞിട്ടല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യമുണ്ട്, ദൈവനിന്ദ, ദൈവദൂഷണം. ഇത് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ ഒന്ന് തിരുത്താനൊന്ന് തയ്യാറാകുക. കുർബാനയ്ക്ക് വില കൊടുക്കുക, ദൈവത്തിന് വില കൊടുക്കുക, സാപത്തിന് വില കൊടുക്കുക, പൗരോഹിത്യത്തിന് വില കൊടുക്കുക, അമ്മയ്ക്കും വിശുദ്ധർക്കും പ്രാധാന്യം കൊടുക്കുക, ദൈവത്തിന്റെ നാമത്തിന് പ്രാധാന്യം കൊടുക്കുക, ദേവാലയ വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ ഇപ്രകാരം വില കൊടുത്തൊന്ന് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ മക്കളെ, നിന്റെ മേൽ ദൈവാനുഗ്രഹം പെയ്തിറങ്ങും. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ.